ഒരിക്കൽ കൂടി എല്ലാവർക്കും ഗുഡ് ഈവനിങ്. നമ്മൾ ഇന്ന് ഈ ഒരു സായാഹ്നം ഒരു നോളജ് സെഷനായിട്ട് മാറ്റാൻ വേണ്ടിയാണ് ഇന്നത്തെ ഈ ഒരു സൂം അല്ലേ. നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ച നമുക്ക് രമേശ് സാറ് ഈ മാജിക് ഓഫ് തിങ്കിങ് ബിഗ് എന്ന് പറയുന്ന ബുക്കിനെ കുറിച്ച് ഒരു ഇൻട്രോ തന്നിരുന്നു. കുറച്ച് കാര്യങ്ങളൊക്കെ അന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. ഇത് രണ്ടാമത്തെ ഒരു സൂം സെഷനാണ് ആ ബുക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പൊ എന്നെ കേൾക്കുന്ന ആളുകൾക്ക് എനിക്ക് പറയാനുള്ളത്, ഇത് ഒരു ബുക്കിനെ കുറിച്ചുള്ള ഒരു കണ്ടന്റ് എന്നതിൽ അപ്പുറം ആ ബുക്ക് നമ്മുടെ ജീവിതത്തിലും അതേപോലെ ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ വരുത്തിയ ഒരു രചനയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് നോട്ട് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ നോട്ട് ബുക്കും പേനയായിട്ട് ഇരിക്കുകയാണെങ്കിൽ ഈ പോയിന്റുകൾ ചിലപ്പോൾ നമുക്ക് ഉപകാരപ്പെടും, നമുക്ക് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു 100% ആത്മാർത്ഥമായി ഒരു ബുക്കും പേനയൊക്കെ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ കുറെ കൂടി ഭംഗിയാവും. അതേപോലെ വീഡിയോ ഓണാക്കാൻ പറ്റുന്ന ആളുകളൊക്കെ വീഡിയോ ഓണാക്കി കഴിഞ്ഞാൽ ഈ സൂം ഒരു കളർഫുൾ ആവും. കാരണം നമ്മൾ ഇത് വലിയ വിജയങ്ങൾ നേടാൻ ആഗ്രഹിച്ച് വന്ന കുറെ ആളുകളുണ്ട്. അതേപോലെ നോളജ് അക്വയർ ചെയ്യാന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി നമ്മൾ ഈ സൂമിലേക്ക് വന്ന കുറെ വിശിഷ്ട വ്യക്തികൾ നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ എല്ലാവരെയും ഹൃദയപൂർവ്വം ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. കറക്റ്റാണ്, ഇപ്പൊ 9:15 ഞാൻ സമയം വേസ്റ്റ് ചെയ്യുന്നില്ല. എന്നെ ഒന്ന് പരിചയപ്പെടുത്താൻ. എൻ്റെ പേര് മിനീഷ്, സ്ഥലം വടകര പുറമേരി സ്വദേശിയാണ്. ഞാനിപ്പോ നേരെ രമേശ് മാഷിലേക്ക് പോവാണ്. മാഷ് ഓക്കെ അല്ലേ? യെസ്, പെർഫെക്റ്റ്. ഓക്കെ സർ, വെൽക്കം ടു ദ സൂം. യെസ്, നമസ്കാരം മിനീഷും പ്രിയപ്പെട്ടവരെ. ഒരു യാദൃശിക സംഭാഷണത്തിനിടയിൽ ഒരു പുസ്തകത്തെ കുറിച്ച് എനിക്ക് ഇങ്ങനെ സംസാരിക്കണമെന്ന് ഞാൻ ഷെയർ ചെയ്തപ്പോൾ മിനീഷ് പറഞ്ഞു, നമുക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലൂടെ സംസാരിച്ചൂടെ സാർ. അങ്ങനെ നമ്മൾ കഴിഞ്ഞ ആഴ്ച വളരെ റാൻഡമായിട്ട് കുറച്ച് ആൾക്കാർക്ക് ഒരു ലിങ്ക് അയച്ചു കൊടുത്തിട്ടാണ് ഈ മാജിക് ഓഫ് തിങ്കിങ് ബിഗ് എന്ന ഈ പുസ്തകത്തിന്റെ റിവ്യൂ സീരീസ് ആരംഭിച്ചത്. എന്നാൽ ഇത് രണ്ടാമത്തെ ദിവസം എനിക്ക് തോന്നുന്നത് 108ഓളം പേര് ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച്. ഇത് ഇനിയും വളരും. ഇതൊരു അബ്സല്യൂട്ട് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് എന്നതിനേക്കാൾ ഉപരി ഒരു അറിവ് നൽകുന്ന ഒരു നമ്മുടെ ജീവിതത്തിൽ വൻ മാറ്റങ്ങൾ നേടാൻ പോകുന്നവർക്കുള്ള ഒരു പ്രോഗ്രാമാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്ന, മിനിറ്റുകൾ പോലും എത്രയോ പണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ബിഗ് ബോസ് എന്ന പരിപാടി ഒരുപക്ഷെ നിങ്ങൾ കാണുന്നവരായിരിക്കാം, അല്ലാത്തവരായിരിക്കാം. അതിലെന്ത് നേട്ടമാണ് നിങ്ങൾക്കുണ്ടാവുന്നത് എന്ന് സ്വയം ഒന്ന് ചിന്തിക്കുക. നമുക്ക് ഇത് മറ്റൊരു തരത്തിൽ, ഇത് ബിസിനസ്സുകാരുണ്ട്, ഇതിൽ അധ്യാപകരുണ്ട്, ഇതിൽ സാധാരണ ജനങ്ങളുണ്ട്. ഇത് ആർക്കൊക്കെയാണ് ലിങ്ക് അയച്ചു കൊടുത്തു എന്ന് ആർക്കും അറിയില്ല. ഇനി നിങ്ങൾക്കും ഇതിന്റെ കിട്ടാവുന്ന ലിങ്കുകൾ അടുത്ത എല്ലാ വ്യാഴാഴ്ചയും 9:15 മുതൽ ഈ സൂമിൽ നമ്മൾ ഈ റിവ്യൂ ഉണ്ടാവും. ഇതൊരു 1 hour സെഷനാണ്. ഇതൊരു ലേണിംഗ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ഒരു പുസ്തകത്തെ ബേസ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ സെഷൻ ചെയ്യുന്നത്. അപ്പൊ അതിൽ പറയുന്ന കാര്യം ഞാൻ ഏതായാലും ബുധനാഴ്ച തുടങ്ങി ഒന്നുകൂടെ റിവ്യൂ ചെയ്യുന്നുണ്ട്. കാരണം പുതിയ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. അല്പസമയം മുമ്പാണ് എൻ്റെ അമ്മയുടെ നേരെയല്ല എങ്കിൽ പോലും വല്യമ്മയുടെ മകൻ മരിച്ചത്. വിവരം എനിക്ക് വന്നിട്ട് 15 മിനിറ്റേ ആയിട്ടുള്ളൂ. പക്ഷെ എനിക്ക് ഈ സെഷൻ ചെയ്യാതിരിക്കാൻ പറ്റില്ല. ബിക്കോസ് ഐ വാസ് കമ്മിറ്റഡ്. അദ്ദേഹത്തെ ഞാൻ കഴിഞ്ഞ ആഴ്ച പോയി കണ്ടിരുന്നു. എനിക്ക് ഏതാണ്ട് അദ്ദേഹത്തിന്റെ ഒരു അവസ്ഥ അദ്ദേഹത്തിന് അറിയാം. ഹി വാസ് എ ക്യാൻസർ പേഷ്യന്റ്. അപ്പം ആ ഒരു ദുഃഖം എനിക്ക് കുറച്ചു നേരത്തെ എനിക്കൊരു മെസ്സേജ് വന്നു. പക്ഷേ ആസ് എ കമ്മിറ്റ്മെന്റ് ഐ ഹാവ് ടു ഡു ദിസ് സെഷൻ. അതിലിപ്പോൾ കുഴപ്പമില്ല. എനിക്ക് ക്രിമേഷനൊക്കെ നാളത്തേക്ക് അതിന്റെ കുറെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് ഫോണൊക്കെ ചെയ്ത ശേഷമാണ് ഞാൻ ഈ സെഷനിലേക്ക് വന്നത്. സെഷൻ തുടങ്ങുന്ന 5 മിനിറ്റ് മുമ്പ് ഞാൻ വളരെ അപ്സെറ്റ് ആയിരുന്നു. കാരണം വർഷങ്ങളായിട്ട് എൻ്റെ കൂടെ എൻ്റെ ഉള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം എനിക്ക് നഷ്ടമായത്. എങ്കിലും ഞാൻ ആലോചിക്കുന്ന ഒരു വിഷയത്തിലേ ഉള്ളൂ. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് വലിയൊരു യാത്രയാണ്. ഇവിടെ പലരും കയറുന്നു, പലരും ഇറങ്ങിപ്പോകുന്നു. എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഒരു സെഷൻ ഒരിക്കലും അവസാനിക്കാതെ തുടരുമെന്നുള്ളതാണ്. കാരണം ഞാൻ വായിച്ച അല്ലെങ്കിൽ നിങ്ങൾ വായിക്കാൻ ആഗ്രഹിക്കുന്ന ഒട്ടേറെ പുസ്തകങ്ങളെ, പ്രത്യേകിച്ച് പ്രചോദിത പുസ്തകങ്ങൾ അല്ലെങ്കിൽ മോട്ടിവേഷണൽ ബുക്സിനെയാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത്. ഒരുപക്ഷെ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇതൊരു ലേണിംഗ് സെഷനാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങൾ എല്ലാവരും സഹോദരന്മാരായി കാണുന്നു. നമ്മളെല്ലാം ഒരു വീട്ടിലെ അംഗങ്ങളാണ്. ഇവിടെ നമ്മൾ വലിയ ഒരു പഠനം നടത്തുകയാണ്. പണ്ടൊരു ഗുരുകുലത്തിൽ ഒരു ഗുരു സംസാരിക്കുന്ന പോലെ കുറെ ശിഷ്യന്മാർക്ക്, ഞാൻ ഗുരുവായിട്ടൊന്നല്ല പറയുന്നത്, പക്ഷെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടത് നമുക്ക് ലഭിക്കുന്നില്ല.
ഇതിന് കുട്ടികളുണ്ടാവാം. എൻ്റെ ഒരു വ്യക്തിപരമായ അഭ്യർത്ഥന, നിങ്ങൾ 1 മണിക്കൂർ മറ്റെല്ലാ പ്രോഗ്രാമും നിർത്തിവെച്ച് കുടുംബാംഗങ്ങളൊക്കെ തന്നെ ഈ സെഷൻ കേൾക്കാനായിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ പറയാൻ പോകുന്നത് മാജിക് ഓഫ് തിങ്കിങ് ബിഗ്. അപ്പൊ നമ്മളിത് ഒരു പുസ്തകം കഴിഞ്ഞിട്ട് അടുത്ത പുസ്തകത്തിലേക്ക് പോകും. എല്ലാ പുസ്തകത്തിന്റെയും ഒരു 2 അധ്യായമാണ് ഒരു ദിവസം നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നത്. ചിലപ്പോൾ 2 3 അധ്യായം. അതിൽ ആദ്യം അതിന്റെ മുൻ കഥ ഇതുവരെ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, പണ്ടൊക്കെ ആഴ്ച പതിപ്പുകളിൽ നമ്മൾ നോവലൊക്കെ വായിക്കുമ്പോൾ കഥ ഇതുവരെ എന്ന് പറയാറുണ്ട്. കാരണം ആ കഥ ഇതുവരെ കേട്ടിട്ടായിരിക്കും നമ്മൾ ഇനി ബാക്കിയിലേക്ക് പോവുക. മാജിക് ഓഫ് തിങ്കിങ് ബിഗ് എന്ന പുസ്തകം വായിച്ച ഒട്ടേറെ പ്രേക്ഷകരിലുണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ് കുറെ ആൾക്കാർ ആമസോണിൽ അത് ബുക്ക് ചെയ്തിട്ടുണ്ടാവും. വളരെ സന്തോഷകരമാണ് എനിക്ക് ആ കാര്യം. ആ പുസ്തകം നിങ്ങളുടെ ഒരു ബെഡിൽ തന്നെ വെക്കേണ്ട ഒരു പുസ്തകമാണ്. ഡേവ് ഷവാർട്സ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എഴുതിയ ഈ പുസ്തകം മില്യൺസ്, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാരുടെ ജീവിതത്തിൽ വൻ മാറ്റങ്ങൾ ഉണ്ടാക്കിയ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളൊക്കെ ജീവിതത്തിൽ എപ്പോഴും വിജയം ആഗ്രഹിക്കുന്നവരാണ്. നമ്മൾ എപ്പോഴും സമാധാനം ആഗ്രഹിക്കുന്നവരാണ്. നമ്മൾ എപ്പോഴും നേട്ടം ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ നമുക്കത് ലഭിക്കാതിരിക്കുമ്പോൾ നമ്മൾ അസ്വസ്ഥരാകുന്നു. നമ്മൾ നമ്മുടെ എല്ലാ ജീവിതത്തെ ഒന്ന് വിലയിരുത്തി നോക്കുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. എൻ്റെ ജീവിതം വിജയമായിരുന്നോ? ആരാണ് വിലയിരുത്താനുള്ളത്? വിജയം എന്നത് അവനവൻ്റേത് മാത്രമാണ്. ഒരു പൂവിനെ നോക്കിയിരിക്കുന്ന ഒരു ബുദ്ധഭിക്ഷുവിനോട് ഒരിക്കൽ ഒരാൾ ചോദിച്ചു, നിങ്ങൾ സന്തോഷവാനാണോ? അദ്ദേഹം പറഞ്ഞു, അതെ, കാരണം ഞാൻ ഈ ബുദ്ധഭിക്ഷു എന്ന അദ്ദേഹത്തിന് ഒന്നും നേടാനില്ല, ഒന്നും നഷ്ടപ്പെടാനുമില്ല. ആ മനുഷ്യൻ പറഞ്ഞ ഒരു കാര്യം, എനിക്ക് ഏറ്റവും സന്തോഷം ലഭിക്കുന്നത് ഈ കുഞ്ഞു പൂവിനോട് സംസാരിക്കുമ്പോഴാണ്. അദ്ദേഹത്തിന് സന്തോഷമായിരിക്കാം. ഒരു ക്രൂയിസ് ഷിപ്പിൽ പോകുന്ന ഒരാൾക്ക് ചിലപ്പോൾ അവിടെ സന്തോഷം ലഭിക്കാം, ലഭിക്കാതിരിക്കാം. ഇവിടെ മാജിക് ഓഫ് തിങ്കിങ് ബിഗ് എന്ന പുസ്തകത്തിന്റെ ബിഗ് എന്ന വാക്കാണ് എന്നെ ഈ പുസ്തകം തന്നെ തിരഞ്ഞെടുക്കാൻ പ്രേരിപ്പിച്ചത്. മാജിക് ഓഫ് തിങ്കിങ് ബിഗ്, അതായത് വലിയ രീതിയിൽ ചിന്തിക്കുക. നമ്മുടെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾക്ക് ഉത്തരം കിട്ടാൻ ഒരു സിമ്പിൾ ഉത്തരമാണ് വലിയ രീതിയിൽ ചിന്തിക്കുക എന്നുള്ളത്. അപ്പൊ ഈ പുസ്തകത്തിന്റെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതിന്റെ ആമുഖമായിട്ടുള്ള പറഞ്ഞ കാര്യങ്ങളൊന്നല്ല, ഇതിന്റെ ചുരുക്കം മാത്രമാണ് ഞാൻ പറയുന്നത്. അതായത് നിങ്ങളെ സംബന്ധിച്ചോളം ബിലീവ് യു ക്യാൻ സക്സീഡ് ആൻഡ് യു വിൽ. നിങ്ങൾക്ക് സക്സീഡ് ആവാൻ പറ്റും, നിങ്ങൾക്കത് ചെയ്യാനും പറ്റും. ബിലീവ് യു ക്യാൻ സക്സീഡ് ആൻഡ് യു വിൽ എന്നാണ് ആദ്യത്തെ. ഇത് ഇംഗ്ലീഷ് ബേസ്ഡ് ആണ് ഞാൻ പറയുന്നത്, മലയാളീകരിച്ച് പറയുന്നുണ്ട്. കാരണം ഒരുപാട് സാധാരണക്കാരായ ജനങ്ങൾ ഇത് കേൾക്കുമ്പോൾ ഇംഗ്ലീഷ് മനസ്സിലാവണമെന്നില്ല. നിങ്ങൾ മലയാളം പുസ്തകം കിട്ടുന്നതാണ്. ബിലീവ് യു ക്യാൻ സക്സീഡ് ആൻഡ് യു വിൽ. നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും. ദ മീനിങ് ഓഫ് സക്സസ് എന്താണെന്ന് ഇതിൽ പറയുന്നുണ്ട്. അത് വളരെയധികം വ്യത്യസ്തമാണ്. ഞാൻ പറഞ്ഞു, ഒരു സന്തോഷം എന്ന് പറയുന്ന ഒരാൾക്ക് അംഗീകാരത്തെ ആവാം, അല്ലെങ്കിൽ ദുഃഖങ്ങളിൽ നിന്നുള്ള മാറ്റത്തെ ആകാം, അല്ലെങ്കിൽ സ്വയം ഒരു ബഹുമാനത്തെ ആവാം. ഇങ്ങനെ എല്ലാം തന്നെ നമുക്ക് മാറിക്കൊണ്ടിരിക്കാം. ഇനി നമ്മൾ വിശ്വാസത്തെ കുറിച്ചാണ് ആ പുസ്തകത്തിൽ ആദ്യം പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ദ പവർ ഓഫ് ബിലീഫ്. നമ്മുടെ ബിലീഫ് അല്ലെ വിശ്വാസം എത്രത്തോളം ശക്തമാണ്, അതനുസരിച്ചിരിക്കും നമ്മുടെ ജീവിതം. ആ വിശ്വാസവും വിശ്വാസമില്ലായ്മയും തമ്മിലൊരു യുദ്ധമാണ് നമ്മുടെ ജീവിതം. എനിക്കിത് ചെയ്യാൻ പറ്റുമോ? ഞങ്ങളിത് തുടങ്ങുമ്പോൾ 500 ആള് വരുമോ, അല്ലെങ്കിൽ 20 ആളെ വരൂ? ഇതൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. ഇതൊക്കെ നമ്മുടെ വിശ്വാസങ്ങൾ തമ്മിലുള്ള അപേക്ഷതയാണ്. ഈ വാക്ക് ബൈബിളിലൊക്കെ പറയുന്നത് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്നും കൂടി ഒന്ന് കൂട്ടി യോജിക്കുകയാണ്. ഹൗ ടു ഫോസ്റ്റർ ബിലീഫ്. എങ്ങനെ നമുക്ക് വിശ്വാസം ഉണ്ടാക്കാം? അതിൽ ഒന്നാമത്തെ കാര്യം, നമ്മൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ടത് സക്സസിനെ കുറിച്ചിട്ടാണ്. എല്ലായ്പ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് സക്സസിനെ കുറിച്ചിട്ട് മാത്രമാണ്. രണ്ടാമത്തത്, ഹൗ ടു ഫോസ്റ്റർ ബിലീഫ്. എങ്ങനെയാണ് നമുക്ക് വിശ്വാസം? ഒന്ന്, സക്സസിനെ കുറിച്ച് ചിന്തിക്കുക. 2, റെക്കഗ്നൈസ് യുവർ വർത്ത്. നിങ്ങളുടെ വർത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ നേട്ടത്തെ കുറിച്ച് നിങ്ങളൊന്ന് തിരിച്ചറിയുക. മൂന്നാമത്തത്, വിശ്വസിക്കുന്ന വലിയ രീതിയിൽ വിശ്വസിക്കുക, ബിലീവ് ബിഗ്. ഇനി മറ്റൊന്ന്, ഡെവലപ്പിംഗ് യുവർ സെൽഫ് ഫോർ സക്സസ്. ഡെവലപ്പിംഗ് യുവർ സെൽഫ് ഫോർ സക്സസ്. നിങ്ങൾക്ക് വിജയത്തിന്റെ പടികളിലേക്ക് നമുക്കിങ്ങനെ കടന്നു പോകാൻ പറ്റും. ഇത് ഒരു എന്താ പറയാ, നമ്മൾക്ക് ഇങ്ങനെ വിപുലീകരിക്കാൻ പറ്റുമെന്നാണ് നിങ്ങളുടെ സക്സസ് എന്ന് പറയുന്നത്. നിങ്ങളുടെ റോൾ ഓഫ് ഒബ്സർവേഷൻ, നിങ്ങളുടെ ഒബ്സർവേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ നിരീക്ഷണം എന്താണ്? ഇതൊക്കെയാണ് ആദ്യത്തെ ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞു വെച്ചത്. അതിനുശേഷം നമ്മൾ പോയത് രണ്ടാമത്തെ ചാപ്റ്ററിലേക്കാണ്, ക്യൂർ യുവർ സെൽഫ് ഫോർ എക്സ്ക്യൂസൈറ്റീസ്. ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ എക്സ്ക്യൂസൈറ്റീസ് എന്ന് പറയുന്ന ഒരു അസുഖത്തിന്റെ ഉടമകളാണ്. നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം, എന്തിനാണ് ഇത് ചെയ്യുന്നത് തുടങ്ങിയ ചിന്തിക്കുന്നവയാണ് ഈ എക്സ്ക്യൂസൈറ്റീസ് അല്ലെങ്കിൽ എക്സ്ക്യൂസസ് എന്നതിന്റെ പറയാം. നമ്മൾ പറയാറില്ലേ, സാർ എനിക്കൊരു എക്സ്ക്യൂസ്, ഞാൻ ഇങ്ങനെ വരാൻ ലേറ്റ്. എന്താ കാര്യം? ബസ് മിസ്സായി പോയി. പ്രശ്നം ബസ്സിന്റെ അല്ല, ഈ മനുഷ്യൻ്റെതാണ്. ഇതൊരു ഫെയിലിയർ ഡിസീസാണ്. ഇതൊരു പരാജിതരുടെ ഒരു രോഗമാണിത്. ഇതിനെ കുറിച്ചാണ് ആദ്യം പറഞ്ഞത്. അപ്പൊ നമ്മൾ എങ്ങനെ അത് മാറ്റാം? ആദ്യം എന്താണ് തന്റെ എക്സ്ക്യൂസൈറ്റീസ് എന്ന് എടുക്കുക. അതിലൊന്ന്, ആരോഗ്യം. എനിക്ക് ശരീരം, എനിക്ക് സൂക്കേടാണ്,
അല്ലെങ്കിൽ ചിലവർ എനിക്ക് പ്രായമായി, ചിലവർ പറയും പ്രായമായിട്ടില്ല, ഞാൻ ചെറുപ്പമാണ്. ഇതൊക്കെ നമുക്ക് എക്സ്ക്യൂസ് ആയിട്ട് പറയാൻ പറ്റും എന്നാണ് ഡേവിഡ് ഷ്വാർട്സ് പറയുന്നത്. ഞാൻ എല്ലാത്തിലും പോകുന്നില്ല, കാരണം നിങ്ങൾ ഇതിന് പഠിപ്പിച്ചതാണ്. ഇന്റലിജൻസ്, അവർ ഭയങ്കര ബുദ്ധിയാണ്, എനിക്ക് ബുദ്ധിയില്ല. നമ്മൾ ബുദ്ധി വെച്ച് ആവേശികതമായിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് പറയും, അവൻ വിജയിക്കാൻ കാരണം അവന് നല്ല ബുദ്ധിയല്ലേ, എനിക്ക് അങ്ങനത്തെ ബുദ്ധിയില്ല. മൂന്നാമത്തത് ഏജാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രായം. ചിലവർ പറയുന്നതിന് ഏറ്റവും വലിയ കാര്യം ലക്കാണ്. എനക്കൊരു ലക്കില്ല സർ, എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഭാഗ്യമില്ല, ഞാൻ നിർഭാഗ്യവാനാണ്. ഇങ്ങനെയൊക്കെ പറയുന്നവരോട് ഒരു സഹതാപ മനസ്സോടെയാണ് ഡേവിഡ് ഷ്വാർട്സ് പറയുന്നത്, അങ്ങനെ ഒന്നില്ല സുഹൃത്തെ, അങ്ങനെ ഒന്നില്ല. നമ്മളെ സംബന്ധിച്ചോളം വിജയിക്കാൻ തീരുമാനിച്ചു വെച്ചാൽ വിജയിച്ച് തന്നെ. നമ്മളിനി മൂന്നാമത്തെ ചാപ്റ്ററിലേക്കാണ് പോകുന്നത്. അപ്പൊ ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ കേട്ടു. ആ രണ്ടെണ്ണത്തിന്റെയും ഒരു കുറിപ്പായി വേണമെങ്കിൽ എഴുതാം. നമ്മുടെ തന്നെ ഒരു കുഴപ്പമാണ് നമ്മൾ ഇതുവരെ സംസാരിച്ചത്. ഇനി നമുക്ക് അടുത്ത നമ്മുടെ ഏറ്റവും വലിയ ശത്രുവിനെ കുറിച്ചാണ് പറയാനുള്ളത്. ആ ശത്രു മറ്റൊന്നുമല്ല, അല്ലെ മറ്റാരുമല്ല, നമ്മുടെ ഫിയറാണ്. നമ്മുടെ ഭയം, അല്ലെങ്കിൽ ഫിയർ എന്ന് പറയുന്ന ഒരു ഫാക്ടർ നമുക്കുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴാണ് എല്ലാം ഭയം. ധൈര്യം എന്ന് പറയുന്നത് ഈ വാക്കിനെ കുറിച്ച് പറഞ്ഞ സ്വാമി വിവേകാനന്ദനെയാണ് ഓർമ്മ വരുന്നത്. അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട്, അഭീഹി അഭീഹി. അതിന്റെ സംസ്കൃതത്തിൽ അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? മലയാളത്തിൽ നിങ്ങൾക്ക് ഭയം പാടില്ല. നമ്മൾ ആരെയാണ് ഈ ഭയക്കുന്നത്? പക്ഷെ ഭയമില്ലാത്ത ഒരാൾ നമ്മുടെ കൂട്ടത്തിലില്ല. ഇവിടെ ഇരിക്കുന്ന പ്രേക്ഷകരിൽ പലർക്കും, ഇപ്പൊ 150ഓളം ആൾക്കാരായി, പലർക്കും ഈ ഭയം വന്നുകൊണ്ടിരിക്കും. ചിലർക്ക് കൊതുകിനെ പേടി, ചിലവർക്ക് തവളയെ പേടി, ചിലവർക്ക് മറ്റു ചില ജീവികളെ പേടി, ചിലവർക്ക് മരണത്തെ പേടി. പേടി. ഈ അടുത്ത കാലത്ത് ഞാൻ എൻ്റെ ട്രെയിനിങ്ങിലൊക്കെ പറയാറുണ്ട് ഒരു തമാശ. കൊറോണ വന്ന സമയത്ത് ഒരു ബാങ്ക് മാനേജർ മരിക്കുമോ എന്ന ഭയത്താൽ ആത്മഹത്യ ചെയ്തു. എന്തൊരു തമാശയുള്ള കാര്യം എന്നറിയാം. എന്തായാലും അവർ മരിക്കും, പക്ഷെ അവർ ഭയന്ന് ആത്മഹത്യ ചെയ്തൊരു കഥയുണ്ട്. ഇങ്ങനെയുള്ള ചില മനുഷ്യരുണ്ട്. ജീവിതത്തിൽ രാവിലെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ തന്നെ ഭയം. അത് വളരെയധികം കൂടിയിട്ട് നമുക്ക് ഉണ്ടാവുന്ന എന്തൊക്കെ ഒരു അസുഖമാണ് ഡിപ്രഷൻ എന്ന് പറയുന്ന അസുഖം. ഈ ഭയം എന്ന് പറയുന്ന ആങ്സൈറ്റി, ഉത്കണ്ഠയിൽ നിന്നുണ്ടാവുന്ന, വളരെ വിശദമായിട്ട് നിങ്ങൾക്ക് ഭയത്തെ എങ്ങനെ ഇല്ലാതാക്കാം എന്ന് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. നമ്മൾ തത്തുല്യമായ ഒരുപാട് മോട്ടിവേഷണൽ ബുക്സ് വായിക്കുന്നുണ്ടാവും. എനിക്ക് വളരെ സന്തോഷം, എനിക്ക് വലിയ സന്തോഷമാണ് തോന്നുന്നത്. 150 പേര് ഇത് പഠിക്കാൻ ഇറങ്ങുന്നു എന്ന് പറഞ്ഞാൽ നമുക്കൊരു യാത്ര തുടരാൻ പ്രിയപ്പെട്ടവരെ. നമുക്കൊക്കെ വിജയം നേടിയിട്ടേ ഈ ലോകത്ത് പോകാൻ പറ്റൂ. നമ്മൾ സന്തോഷത്തിന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നമുക്കെന്തുകൊണ്ട് ആനന്ദിച്ചുകൂടെ ജീവിച്ച് മരിച്ചുകൂടാ? നമ്മളൊന്നും അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ പറയാറുണ്ട് എപ്പോഴും എൻ്റെ ട്രെയിനിങ്ങിൽ, സ്വർഗം ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, നരകം ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മൾ എന്തുകൊണ്ട് സ്വർഗം ഉണ്ടാക്കുന്നില്ല? അവിടെ ഒന്നാമത്തെ ഘടകമാണ് നമ്മുടെ ഫിയർ. അപ്പൊ നിങ്ങൾ സ്വയം ഈ ക്ലാസ് കേൾക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഈ സ്ക്രീനിൽ ആരുണ്ടെന്നോ മറ്റുള്ളവർ ആരുണ്ടോ എന്ന് നിങ്ങൾ നോക്കണ്ട. നിങ്ങളൊരു പാട്ട് കേൾക്കുമ്പോൾ പോലെ നിങ്ങൾ കേട്ടുപോയാൽ മതി. അതായത് നിങ്ങൾക്ക് ഭയം എന്നൊരു വികാരമുണ്ടോ? അതാണ് എൻ്റെ ചോദ്യം. തീർച്ചയായിട്ടും ഉണ്ടാവും. നമുക്ക് ചിലപ്പോൾ കടം, അല്ലെങ്കിൽ സാമ്പത്തികമായ ഭയം, അല്ലെങ്കിൽ രോഗത്തെക്കുറിച്ചുള്ള ഭയം. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഭയത്തെ വളരെ ക്ലാസിഫൈ ചെയ്തിട്ട് ഡേവിഡ് ഷ്വാർട്സ് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നത്, ഞാനൊരു മനഃശാസ്ത്രം കൂടെ പഠിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. പഠിച്ചു എന്ന് ഒരിക്കലും പറയുന്നില്ല. ന്യൂറോ സയൻസ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഒരു മനുഷ്യന് ഫിയർ ഉണ്ടാകുന്ന വെച്ചാൽ, തീർച്ചയായിട്ടും നമുക്ക് ഫിയർ ഉണ്ടാക്കുന്ന ഒരു അവയവം നമ്മുടെ ബ്രെയിനിലുണ്ട്. ആ അവയവത്തിന്റെ പേര് അമിഗ്ഡാല എന്നാണ്. അതൊന്നും ഈ പുസ്തകത്തിൽ പറയുന്നില്ല. ഞാൻ ഇതൊരു ലെക്ചർ സീരീസിലായതുകൊണ്ടാണ് അതും കൂടെ പഠിപ്പിക്കുന്നത്. നമ്മുടെ തലച്ചോറിനെ 3 ഭാഗങ്ങളായി തിരിച്ച നടുക്കുള്ള റെപ്റ്റീലിയൻ ബ്രെയിൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ വികാരങ്ങൾ ഉണ്ടാക്കുന്ന ആ ഭാഗത്ത് ഒരു എമിഗ്ഡാല എന്ന് പറയുന്ന ഒരു ബദാം പരിപ്പ് പോലത്തെ ഒരു സാധനമുണ്ട് സുഹൃത്തുക്കളെ. ഇതെന്തിനാ ഫിറ്റ് ചെയ്യുന്നറിയോ? ഭയം ഉണ്ടാക്കാൻ. കാരണം നിങ്ങൾ കാട്ടിലൊക്കെ ജീവിക്കുന്ന സമയത്ത് ഉള്ള മനുഷ്യരായിരുന്നല്ലോ നമ്മൾ. അവിടെ പുലി വരും, മറ്റു പല ജീവികളും നമ്മൾ ആക്രമിക്കാൻ വരുമ്പോൾ നമുക്ക് ഭയമില്ലെങ്കിൽ നമ്മൾ പുലിയുടെ മുമ്പിൽ പോയി നിൽക്കുകയും കൊല്ലപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അതിൽ രക്ഷപ്പെടാനുള്ള ഒരു വഴി, ഒരു സോഫ്റ്റ്വെയർ നമുക്ക് തന്നിട്ടാണ് വിട്ടത്. അത് മാത്രമല്ല സുഹൃത്തുക്കളെ, സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു വലിയ സിസ്റ്റം തന്നെ നമുക്കുണ്ട്. അതങ്ങനെ എലിവേറ്റ് ആകുന്ന സമയത്ത് കുറച്ച് കഴിയുമ്പോൾ ഇത് നേരെ ശരിയാക്കി എടുക്കുന്ന ഒരു പാരാസിമ്പത്തറ്റിക് സിസ്റ്റവും തന്നിട്ടാണ് ആ പ്രപഞ്ച സൃഷ്ടാവ് നമ്മളെ ഇങ്ങോട്ട് വിട്ടത്. അതുകൊണ്ട് തന്നെ ഈ ഫിയർ എല്ലാവർക്കും ഉണ്ടാവും, ഇല്ലാതിരിക്കുന്നില്ല. എനിക്കുണ്ട്, നിങ്ങൾക്കുണ്ട്. വ്യത്യസ്തമായ ഫിയറുകളാണെന്ന് മാത്രം. ഇനി എന്താണ് നമ്മളിവിടെ പറയുന്നു എന്ന് നോക്കാം. അപ്പൊ ഈ ഫിയറിന്റെ പല ഫാക്ടറിലേക്ക് പോകും. ഞാൻ വളരെ സിമ്പിൾ ആയിട്ടാണ് പറയുന്നത്, ധൃതിയൊന്നുമില്ല. നാളെ തീർക്കേണ്ട വെച്ചിട്ട് ഒരു പരീക്ഷയ്ക്ക് നമുക്ക് എഴുതേണ്ട കാര്യമില്ല. അതുകൊണ്ട് മനസ്സിലാക്കി പോയാൽ മതി. ഒന്നാമത്തെ കാര്യം, നമ്മൾ ആദ്യമായിട്ട് എന്താണ് എൻ്റെ ഭയം? ഇത് നിങ്ങളെ കുറിച്ചാണ് ക്യാമറ തിരിക്കേണ്ടത്. നിങ്ങളുടെ ഭയം എന്താണെന്ന് തിരിച്ചറിയണം. അണ്ടർസ്റ്റാൻഡിങ് ഫിയർ എന്ന് ഇംഗ്ലീഷിൽ പറയും. അത് വേണമെങ്കിൽ മലയാളത്തിൽ നമ്മുടെ ഭയം നമുക്ക് തിരിച്ചറിയണം.
ഇതെന്താണ് യഥാർത്ഥത്തിൽ? ഇതൊരു സൈക്കോളജിക്കൽ ഫോഴ്സാണ്. നമ്മുടെ സുസ്ഥിരമായ നമ്മുടെ ജീവിതത്തിനിടയിലുള്ള ഒരു ഒരു മനഃശാസ്ത്രപരമായ ഒരു ശക്തിയാണ് നമ്മളെ ഭയം ഉണ്ടാക്കുന്നത്. ആൻഡ് അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം, അത് ഇല്ലാതാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാവും. ബിൽഡ് കോൺഫിഡൻസ് ആൻഡ് ഡിസ്ട്രോയ് ഫിയർ എന്നാണ് ഈ ചാപ്റ്റർ. ബിൽഡ് കോൺഫിഡൻസ്, നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കുന്നത് എങ്ങനെ? അതിനാദ്യം വേണ്ട പണിയാണ് ഫിയർ ഇല്ലാണ്ടത്. അപ്പൊ ലോകത്തില് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ ഫിയർ ഇല്ലാതാക്കാൻ എളുപ്പ വഴി? അത് വളരെ ചുരുക്കത്തിൽ പറയുന്ന ഒരു സിമ്പിൾ ആയ കാര്യമുണ്ട്. ആക്ഷൻ ക്യൂവേഴ്സ് ഫിയർ. നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആ ഫിയർ ഇല്ലാതാവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. എക്സാമ്പിൾ, ഞാൻ എൻ്റെ കാര്യത്തിലേക്ക് വരാം. ഞാൻ വളരെ പേഴ്സണലായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് നീന്താൻ വളരെ പേടിയാണ്. ഇത് കാരണം കുട്ടിക്കാലത്ത് എൻ്റെ അമ്മയ്ക്ക് 3 മക്കൾ മരിച്ചിട്ട് 4ാമത്തെ ഞാൻ ജനിച്ചു. ഇന്നലെയാണ് എൻ്റെ അമ്മ മരിച്ച ഒരു ഓർമ്മ ദിനം. ആ 4ാമത്തെ മകനായ ഞാൻ അത്രയും സംരക്ഷിക്കാൻ ആഗ്രഹിച്ച എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, മോനെ നീ പുറത്തിറങ്ങരുത്, കാരണം നീ വെള്ളത്തിൽ പോയാൽ നീ അവസാനം മുങ്ങി മരിച്ചെങ്കിലോ എന്ന് പറഞ്ഞ് എന്നെ നീന്താൻ പഠിപ്പിച്ചില്ല. ഇപ്പൊ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ബസ്സിൽ പോകുമ്പോൾ എനിക്ക് പ്രശ്നമാണ്. ബസ് എപ്പോഴാണ് പുഴയിലേക്ക് പോകുന്നത് പറയാൻ പറ്റില്ല, അവിടെ നീന്താൻ പഠിക്കേണ്ടി വരും. അപ്പൊ ഈ നീന്തൽ എന്തായാലും ഒരു സാധാരണക്കാരൻ നീന്താൻ വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ ഫിയർ ഫാക്ടർ എന്റെ മനസ്സിലേക്ക് കയറിയതുകൊണ്ട് ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട് ഫോർ മീ ടു സ്വിം. അതെനിക്ക് പറ്റുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സാധനം അവിടെ ഉണ്ടോ? ആ സാധനത്തിന്റെ ബേസിക് റീസൺ നമ്മളൊന്ന് കണ്ടെത്താനുള്ള ശ്രമത്തെ, എനിക്കൊന്ന് ഈ പുസ്തകത്തിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാല്, ഞാനിത് എന്തിനായത് ഞാൻ മിനിഷൊക്കെ ഇത് നടത്താൻ കാരണം വെച്ചാൽ ഈ പുസ്തകം വീട്ടിൽ വാങ്ങും നമ്മൾ. ഇത് മുഴുവൻ വായിക്കുന്നവരുടെ എണ്ണം വളരെ കുറവായിരിക്കും. ചിലപ്പോൾ ഒരുപാട് ആൾക്കാർ വായിക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ നമുക്ക് കുറെ കാര്യങ്ങൾ ഇങ്ങനെ കേട്ടിട്ട് പഠിക്കാമല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്രസ്ഥാനത്തിലേക്ക് ഇറങ്ങിയത്. അപ്പൊ നോക്കാം, ഈ ഫിയർ എന്ന് പറയുന്ന ഈ സംഭവം എന്താ പറയുന്നത് വെച്ചാൽ, 1 സെക്കൻഡ്, നമുക്ക് എന്തെങ്കിലും ഒരു ആക്ഷൻ ഇറങ്ങിക്കഴിഞ്ഞാൽ, ഇപ്പൊ നീന്തലിലെ പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യേണ്ടത് എന്താണ്? ശരിക്കും ഒരു കുളത്തിന്റെ അടുത്ത് പോയി നിന്ന് ഒരു കോച്ചിനെയും കൂടെ വെച്ച ശേഷം വെള്ളത്തിലങ്ങ് എടുത്ത് ചാടുക. അത്ര സിമ്പിൾ ആക്ഷനേ ഉള്ളൂ. ഇത് വളരെ ചെറിയ കാര്യത്തിൽ നമുക്ക് പറയാം. നമ്മളൊരു കുളിമുറിയിൽ പോയി നല്ലൊരു തണുത്ത സമയത്ത് വെള്ളം ഇങ്ങനെ തണുപ്പാണ്, അത് ശരീരത്തിൽ ഒഴിക്കാൻ ഭയങ്കര പ്രശ്നമായിരിക്കും. പക്ഷെ ആദ്യത്തെ 2-3 തുള്ളി ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ആസ്വദിക്കും. ഇതാണ് മനുഷ്യന്റെ ഒരു സൈക്കോളജി എന്ന് പറയുന്നത്. അവിടെ അദ്ദേഹം പറയുന്ന ഉത്തരം ആക്ഷൻ ക്യൂവേഴ്സ് ഫിയർ. ഇനി എന്താ ചെയ്യണമെങ്കിൽ, എന്താണ് നിങ്ങളുടെ ഭയം എന്ന് നിങ്ങളൊന്ന് മാറ്റി നിർത്തണം. ഉദാഹരണത്തിന്, തവളയെ പേടിയുള്ള ഒരുപാട് ആൾക്കാർ എൻ്റെ ഈ പ്രേക്ഷകരിലുണ്ടാവും. കൈയൊന്നും ഉയർത്താൻ പറയുന്നില്ല. എൻ്റെ മകൾക്ക് തവളയെ പേടിയാണ്, എൻ്റെ സിസ്റ്റർക്ക് തവളയെ പേടിയാണ്, പല കുട്ടികൾക്കും തവളയെ പേടി. ഈ തവളയെ പേടിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ട? ആദ്യം തന്നെ പേടിക്കാതിരിക്കാനൊന്നും പറ്റൂല. എന്താണ് ആ പേടി? അത് തവളയുടെ പേടിയാണെന്ന് മനസ്സിലാക്കുക ആദ്യം. എന്നിട്ട് ടേക്ക് ആക്ഷൻ സ്പെസിഫിക്. അതിന് സ്വയം പറയുക, ഈ തവള ഒരാൾ ഇതുവരെ കൊന്നിട്ടില്ല, അല്ല തവള ആരെങ്കിലും കൊന്ന ചരിത്രം കേട്ടിട്ടില്ല എന്ന ഒരു മെസ്സേജ് സ്ഥിരമായിട്ട് നമ്മൾ കൊടുക്കുന്ന സമയത്ത് എന്താ രസം എന്നറിയോ? ഈ പറയുന്ന ഈ പ്രശ്നം നമുക്ക് കുറെ ഒഴിവാക്കാൻ പറ്റും, കുറേയേറെ ഒഴിവാക്കാൻ പറ്റും. അതായത് ആ ഭയത്തെ ഐസൊലേറ്റ് ചെയ്യാനുള്ള കഴിവില്ലായ്മയാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇവിടെയാണ് മെന്ററിങ് അല്ലെങ്കിൽ കൗൺസിലിംഗ് ഒക്കെ ഇമ്പോർട്ടന്റ് വരുന്നത്. അവരൊരു സെപ്പറേറ്റ് ഹാൻഡിൽ നിന്ന് നിങ്ങൾക്കുള്ള പെർട്ടിക്കുലർ ഭയത്തെ കണ്ടെത്തി തരും. ഇന്ന് ഇഷ്ടം പോലെ ടെസ്റ്റുകൾ അതിനുണ്ട്. നിങ്ങൾക്കറിയാം, നെപ്പോളിയൻ ബോണപ്പാർട്ട് എന്ന് പറയുന്ന മനുഷ്യൻ, ലോകത്തെ കീഴടക്കിയ മനുഷ്യൻ, അദ്ദേഹത്തിന് പൂച്ചയെ പേടിയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ പിടിക്കാൻ വേണ്ടി ചെയ്തതും പൂച്ചയെ ഇറക്കിയിട്ടാണ് അദ്ദേഹത്തെ ക്ലോസ് ചെയ്തത്, അവർ പിടിച്ചത്. ഇത് നമുക്ക് പറയാൻ പറ്റില്ല വാട്ട് ഇസ് ദ റീസൺ ബിഹൈൻഡ് ഇറ്റ്. ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ഫോബിയയിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, നോർമൽ ഫിയറിലേക്ക് മാത്രമേ ഞാൻ പോകുന്നുള്ളൂ. അപ്പൊ അദ്ദേഹം പറയുന്ന ഐസൊലേറ്റ് ചെയ്ത് അതിന്റെ കാര്യകാരണങ്ങൾ കണ്ടെത്തി നമ്മൾ പോകുമ്പോഴാണ് ഫിയറിനെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റുക എന്നാണ് ഡേവിഡ് ഷവാർട്സ് പറയുന്നത്. അപ്പൊ നിങ്ങൾ സ്വയം ചിന്തിക്കണം, എന്താണ് നിങ്ങൾ ഇപ്പം പല ഭയങ്ങളുണ്ട്. ഞാൻ ഈ പറയുന്നത് നമ്മളിതൊരു വളരെ ഗൗരവമായി എടുക്കേണ്ട വിഷയമാണ്. അത് ആങ്സൈറ്റിയിലേക്ക് പോകുന്ന സമയത്തുള്ള കാര്യങ്ങൾ അടുത്തടുത്ത ചാപ്റ്ററിൽ പറയുന്നതുകൊണ്ട് അന്നേരം ഞാൻ വിശദീകരിച്ച് പറയാം. അപ്പൊ ഈ പറയുന്ന പോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഐഡന്റിഫൈ ചെയ്ത ശേഷം അതിനെതിരെ ആക്ഷൻ ഉണ്ടാക്കിയാണ് വേണ്ടത്. ഇനി എന്തൊക്കെയാണ് നമ്മൾ ഈ ഫിയറിന്റെ ഓപ്പോസിറ്റായ ആത്മവിശ്വാസം ഉണ്ടാക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ മാനേജ്മെന്റ് ആണ് ചെയ്യേണ്ടത്? അത് ഒന്നേ ഉള്ളൂ, എന്തെന്ന്? പോസിറ്റീവായിട്ട് അതിനെ കാണാൻ ശ്രമിക്കുക. അതായത് അതിൽ തന്നെ ഒരു പോസിറ്റിവിറ്റി കാണാൻ നോക്കുക. ഡെപ്പോസിറ്റ് പോസിറ്റീവ് തോട്ട്സ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് നമ്മൾ അതിലേക്ക് പോസിറ്റീവായി കാണാൻ ശ്രമിക്കുക, ഫോക്കസ് ചെയ്യുക. എല്ലാത്തിനും 2, 3, 4 ആയിട്ട് കാണാൻ പറ്റും.
ഈ ക്ലാസ്സിനെ തന്നെ എടുക്കാം. വൈകുന്നേരം വെറുതെ ഒരു മണിക്കൂർ കളയുന്നു, ആ ആറ്റിറ്റ്യൂഡിൽ വരാം, എന്താന്ന് നോക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഇത് നിങ്ങൾ ഡിപ്പെൻസ് ഇപ്പോൺ യു. അവിടെ നിങ്ങൾ എന്തെങ്കിലും ഒരു പോയിന്റ് എനിക്ക് കിട്ടിയാൽ അത്രയായില്ലേ എന്ന് ചിന്തിക്കുന്ന ഒരു തിങ്കിങ് ആണ് ദ പോസിറ്റീവ് തിങ്കിങ് എന്ന് പറയുന്നത്. രണ്ടാമത്തത്, ഈ പിന്നെ നെഗറ്റീവിന്റെ ഒരു വലിയ പ്രവാഹം നമുക്കുണ്ടാവും. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മുടെ ഡേവിഡ് സ്വാർട്സ് പറയുന്നത് പോസിറ്റീവ് തോട്ട്സിനെ പോലെ തന്നെ നമുക്ക് നെഗറ്റീവ് തോട്ട്സ് ഉണ്ടാവും. പലരും തെറ്റിദ്ധരിക്കുന്ന യൂട്യൂബ് വീഡിയോ ഞാൻ കണ്ടു, മോട്ടിവേഷൻ ക്ലാസ്സിൽ പോയി, പുസ്തകം വായിച്ചു, പക്ഷെ എന്റെ നെഗറ്റീവ് തോട്ട്സ് പോകില്ല. അങ്ങനെ പോകുന്നൊരു സാധനം അല്ലത് മൈ ഫ്രണ്ട്സ്. ഈ നെഗറ്റീവ് തോട്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ കൂടപ്പറപ്പാണ്. ദേവന്റെ കൂടെ അസുരനുള്ളതെന്ന് ചിത്രീകരണം പണ്ട് എല്ലാ മതങ്ങളിലുണ്ട്, ശൈത്താനിലെ പോലെ. ഇവിടെ വേണ്ടത് ഈ പറയുന്ന നമ്മുടെ പോസിറ്റീവ് തോട്ട്സും നെഗറ്റീവ് തോട്ട്സും ഈക്വൽ ആയിട്ടുണ്ടെങ്കിൽ 1% പോസിറ്റീവ് തോട്ട്സ് നമുക്ക് അധികമുണ്ട്. അതായത് 51-49 ആയാലും നിങ്ങൾ രക്ഷപ്പെട്ടു. വളരെ കൂടുതൽ ആൾക്കാർക്ക് ഈ നേരെ മറിച്ച് നെഗറ്റീവ് തോട്ട്സ് അതിലേക്ക് കൂടുതൽ നിൽക്കും. അപ്പോൾ മറ്റേ താഴ്ന്നു നിൽക്കും, നിങ്ങൾ പോസിറ്റീവ് അല്ല നെഗറ്റീവോ. ചെറിയ വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ ഐസൊലേറ്റ് ചെയ്യണം ഇത് നമുക്ക്. അപ്പൊ ആ പ്രശ്നത്തെ നെഗറ്റീവ് തോട്ട്സ് എന്ന് പോകുന്നതിന് പകരം പോസിറ്റീവ് തോട്ട്സ് ആക്കി മാറ്റും. അതിന് നമുക്ക് സാധിക്കുമോ? തീർച്ചയായിട്ടും പറ്റുമെന്നാണ് ഡേവിഡ് സ്വാർട്സ് പറയുന്നത്. അതിന് അദ്ദേഹം പറയുന്ന ഒരുപാട് സ്റ്റെപ്പുകളിലേക്കൊക്കെ നമ്മൾ പോകുന്നുണ്ട്. ഈ ആദ്യമായി ശ്രദ്ധിക്കണം, പുസ്തകം മുഴുവൻ ഞാൻ പറയില്ല, കാരണം ഈ പുസ്തകം നിങ്ങൾ വായിക്കുന്നതാണ്. ആമസോണിൽ അവൈലബിൾ ആണ്, യു പർച്ചേസ് ഇറ്റ്. കാരണം നിങ്ങൾ ആ വായനയിലേക്ക് എത്തിക്കുന്ന ചില കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇനി കാഴ്ചപ്പാടുകളാണ് നമ്മുടെ പ്രശ്നം. അതിൽ ഇദ്ദേഹം പറഞ്ഞ വാക്ക് പെർസെപ്ഷൻ എന്നാണ്. അതായത് പെർസെപ്ഷൻ, അതായത് നമുക്ക് ആ വാക്ക് മനസ്സിലാവുന്നത് ഇനിയിപ്പോ ഈ ക്ലാസ്സിനെ കുറിച്ചൊരു കാഴ്ചപ്പാടിലേക്ക് പോകണം. എക്സാമ്പിൾ ഞാൻ പറയാൻ പോകുന്നു കേട്ടോ. ഈ ക്ലാസ്സിനെ കുറിച്ചുള്ളൊരു പെർസെപ്ഷൻ എന്താ? വ്യക്തമായ കാഴ്ചപ്പാടോടാണ് ഈ ക്ലാസ് തുടങ്ങുന്നത് കേട്ടോ. എന്നെ സംബന്ധിച്ച് വളരെ വെരി സീരിയസ് അബൌട്ട്. എന്റെ കാഴ്ചപ്പാട്, ഒരു മനുഷ്യൻ 1 മണിക്കൂർ ഇവിടെ ഇരിക്കുന്നു, അത് വെറുതെ ചിലപ്പോൾ കിടന്നുകൊണ്ടായിരിക്കാം, ഒരു പ്രശ്നമൊന്നുമില്ല. ഏറ്റവും നല്ലത് എഴുതിയിരുന്ന് പഠിക്കണമെന്ന് മിനീഷ് പറഞ്ഞത് ഒരു സീരിയസ് ആയ ഒരാളെ കുറിച്ചിട്ടാണ്. ആ കേൾക്കുന്ന ഇടയിൽ ഇത് എന്തിനാ 9:15 വെച്ചെന്നറിയോ? അതിന് കാരണമുണ്ട്. 10 മണിക്ക് 10:15 നിങ്ങൾ ഉറങ്ങുമ്പോൾ പമ്പിങ് ഓഫ് പോസിറ്റീവ് തോട്ട്സ് ആയിരിക്കും നിങ്ങൾ ഉറങ്ങാൻ പോവുക. അപ്പൊ ഓൾറെഡി നിങ്ങളുടെ ബ്രെയിനിലേക്ക് ഈ പോസിറ്റീവ് തോട്ട്സ് കയറുകയും അത് അടുത്ത ദിവസത്തെ നിങ്ങളുടെ മുന്നോട്ട് പോകലിനെ അത് വളരെയധികം സഹായിക്കുകയും ചെയ്യും. ഒരു സംശയവും വേണ്ട കാര്യത്തിൽ അതങ്ങനെ സംഭവിച്ചിരിക്കും. കാരണം അങ്ങനെ സ്വഭാവമുണ്ട് നമ്മുടെ ബ്രെയിൻ. കിട്ടുന്നതിനെ അവിടെ റെക്കോർഡ് ചെയ്തിട്ടാണ് അടുത്ത ദിവസം തീറ്റ വേവ്സ് ആക്ടിവേഷൻ. അതിലേക്കൊന്നും ഇപ്പൊ ഞാൻ പോകുന്നില്ല, ഇറ്റ്സ് എ ബിഗ് സയൻസ്. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ പെർസെപ്ഷൻ മാറ്റം. അത് നിങ്ങൾക്ക് ഇപ്പൊ സപ്പോസ് രമേശനെന്ന എനിക്ക് എന്തെങ്കിലും ഒരു ഭയം ഉണ്ടെങ്കിൽ, എക്സാമ്പിൾ ഞാൻ നീന്തലിലേക്ക് തന്നെ വരാം. ഈ ഭയത്തെ ഞാൻ മറ്റൊരു കാഴ്ചപ്പാട് കാണും. ലോകത്ത് നീന്തൽ പഠിച്ച ആരും തന്നെ മരിച്ചിട്ടില്ല. എന്റെ ബ്രെയിൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നീ വെള്ളത്തിൽ വീണ മരിച്ചു, അല്ല, അങ്ങനെ എല്ലാവരും മരിച്ചിട്ടില്ല. ആദ്യം കുറെ ആൾ വെള്ളം കുടിച്ചിട്ട് മെല്ലെ പഠിച്ചു. ഈ ഒരു മെസ്സേജ് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി എനിക്ക് നീന്താൻ പഠിക്കാൻ പറ്റും. ഇഫ് ഐ എം ട്രൈയിങ്, നിങ്ങൾ അത് ശ്രമിക്കുകയാണെന്നാണ്. ഒരു പബ്ലിക്കിനെ അഭിമുഖീകരിക്കുക, എനിക്കൊന്ന് ഇതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം, ഒരു 10-100 ആളോട് ഞാൻ എങ്ങനെ സംസാരിക്കുന്നില്ലാണ്. ആ സമയത്ത് ബോധം കെട്ട് വീഴുന്ന കാര്യങ്ങൾ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ ആ ബോധം കെട്ട് വീഴുന്ന ആൾക്കാരെ, അയാൾ ഒരിക്കലും ബോധം കെട്ട് വീഴുന്നത് വേറെ പ്രശ്നമാണ്, അയാളുടെ സൈക്കോളജിക്കൽ ഫിയർ ആണത്. നേരെ മറിച്ച് അയാൾ 2, 3, 4 പ്രാവശ്യം വീഴട്ടെ, എന്നിട്ട് അവര് 2, 3 പ്രാവശ്യം പറയട്ടെ. വിൻസ്റ്റൺ ചർച്ചിലെല്ലാം എത്രയോ കാലം കാടുകളോട് സംസാരിച്ചിട്ടാണ് നല്ലൊരു പ്രഭാഷകനായത്. ഇപ്പൊ ഞാൻ ഈ ഓൺലൈനിൽ നിങ്ങളോട് സംസാരിക്കുന്നതിന്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ 3 വർഷത്തോളം ഞാൻ ഓൺലൈനിൽ കണ്ടിന്യൂസ് സെഷൻസ് ലൈവ് ചെയ്തിരുന്നു. അപ്പൊ എൻ്റെ ഒരു കോൺഫിഡൻസ് ലെവൽ അവിടെ വർദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ ആ പെർസെപ്ഷൻ മാറ്റം, അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ വേർഡാണ് അദ്ദേഹം പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, നിങ്ങളുടെ പേടിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, ഇങ്ങനെ കാഴ്ചപ്പാടുകളുടെ മാറ്റമാണ് നമ്മൾ ആദ്യമായിട്ട് ഭയമില്ലാതാവാൻ വേണ്ടത് എന്നാണ് വളരെ വ്യക്തമായിട്ട് ഡേവിഡ് സ്വാർട്സ് പറയുന്നത്. ഞാൻ വളരെ സ്പീഡിൽ എടുക്കാത്തതിന് കാരണം നമുക്കത് ഉള്ളിലേക്ക് തറക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത്, ഇന്ന് തന്നെ വേണമെന്നില്ല, നാളെ ആയാലും കുഴപ്പമൊന്നുമില്ല, എക്സസൈസസ് ഒന്നും അല്ല ഞാൻ പറയുന്നത്, എല്ലാം ഉറങ്ങും. നിങ്ങൾക്ക് എവിടെയാണ് ഒരു പരാജയം? ഇപ്പൊ അടുത്ത കാലത്ത് കണ്ടിരിക്കുന്ന സൈക്കോളജി ഓഫ് മണി, നമ്മൾ ഈ കുറച്ച് കഴിഞ്ഞാൽ ഓരോ പുസ്തകങ്ങളൊക്കെ നമ്മൾ പറയും. സൈക്കോളജി ഓഫ് മണി എന്നൊരു പുസ്തകം, സമ്പത്തിന്റെ ഒരു മനഃശാസ്ത്രത്തെ കുറിച്ച്. പലരും സമ്പന്നന്മാരുടെ ചിന്താഗതിയും ദരിദ്രന്റെ ചിന്താഗതിയും വ്യത്യാസമാണ്. ഫിയർ ആണ് അവിടെ പ്രശ്നം. ഒരു സമ്പന്നൻ ആകപ്പാടെ തകർന്ന് തരിപ്പണമായാൽ വീണ്ടും അയാൾ കംബാക്ക് ചെയ്യും, തിരിച്ചു വരും.
യെസ്, പല പ്രസ്ഥാനങ്ങളും തകർന്ന് തിരിച്ചു വന്ന ആൾക്കാരില്ലേ? ഒരുപാട് ആൾക്കാരുണ്ട്, കേരളത്തിന് ഇഷ്ടം പോലെ. അതെന്ന് പറഞ്ഞാൽ അവരൊരു വിന്നിങ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കും അവര്. അതായത് ഫിയറിന് അവരതിനെ കാണുന്ന എൻ്റെ ഒരു ചെറിയ പ്രശ്നമാണ്, ഐ വിൽ കം ബാക്ക് എന്ന് അയാളുടെ ബ്രെയിൻ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ഒരു സാധാരണക്കാരെ പരാജയപ്പെട്ട ജമ്മാത്ത് രക്ഷപ്പെടില്ല. കാരണം എന്താ? അവന് കൊടുക്കുന്ന മെസ്സേജ് എന്താ? നീ രക്ഷപ്പെടില്ല. പിന്നെ സുഹൃത്തുക്കളെ, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. ഇവിടെ ഇപ്പം ഏകദേശം കുറെ ആൾക്കാർ ഇരിക്കുന്നുണ്ടല്ലോ, ഇവരോടെല്ലാം എനിക്ക് പറയാനുള്ള കാര്യം, നിങ്ങളുടെ ചുറ്റുപാടുള്ള ആൾക്കാർ, ഞാൻ നെഗറ്റീവായി കാണാൻ പറഞ്ഞില്ല, പൊതുവെ ഒരാളും രക്ഷപ്പെടണമെന്ന് വെച്ച് സംസാരിക്കുന്നവരല്ല. ഉണ്ടാവാം, പക്ഷെ ലോകത്ത് വിജയിച്ച 150ഓളം ആൾക്കാരുടെ ബയോഗ്രാഫി ഞാൻ പഠിച്ചിട്ടുണ്ട്. അതിൽ മനസ്സിലായത് അവരൊക്കെ സെറ്റ് ബാക്ക് ചെയ്ത് ഒരാളുടെ എക്സാമ്പിൾ ജാക്മ എടുത്തോളൂ. ആലിബാബയുടെ ജാക്മ കടം വാങ്ങിച്ചു തുടങ്ങിയ ആദ്യത്തെ പ്രസ്ഥാനം പൊട്ടി. ആ നാട് വിട്ട് വേറെ നാട്ടിൽ പോയി വീണ്ടും കടം വാങ്ങിച്ചു തുടങ്ങി, അത് വീണ്ടും പൊട്ടി. ആ മനുഷ്യൻ ഒരുപാട് ആൾക്കാരോട് ബെഗ് ചെയ്തു പണത്തിന്, ആരും കൊടുത്തില്ല. പക്ഷെ എങ്ങനെയോ കഷ്ടകാലത്തിന് അയാൾ സ്ട്രൈവ് ചെയ്ത് ഇന്ന് മൾട്ടി ബില്യണറായി. ബിൽ ഗേറ്റ്സ് $5000 വേണ്ടിയിട്ട് ഹി വെന്റ് ടു ഡിഫറെന്റ് ബാങ്ക്സ്. ഒരു ബാങ്കും കൊടുത്തിട്ടില്ല. 12 കർഷകരാണ് അദ്ദേഹത്തിന് പണം കൊടുത്തത്. ഇന്നും ബിൽ ഗേറ്റ്സിന്റെ ഏറ്റവും വലിയ ഒരു സോഴ്സ് ആ 12 കർഷകരാണ്. ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ പെർസെപ്ഷനിലെ ഡിഫറൻസ് ആണ്. അതൊരു വലിയ കാഴ്ചപ്പാടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ എവറസ്റ്റ് കയറിയ പിന്നെ നമ്മുടെ ടെൻസിൻ നോർഗെ എഡ്മണ്ട് ഹിലാരിയുടെ ഒരു കഥ പറയാറുണ്ട്. എഡ്മണ്ട് ഹിലാരി ആ 6ഓളം പ്രാവശ്യം പരാജയപ്പെട്ടാണ് വിജയിച്ചത്. അദ്ദേഹം അവസാന പരാജയത്തിലും അദ്ദേഹത്തിന്റെ വെല്ലിംഗ്ടണിൽ വെച്ച് നടന്ന പത്രസമ്മേളനത്തിൽ അദ്ദേഹത്തോട് ചോദിച്ചു, ഹിലാരി യു ഫെയിൽ ഡീസ് ഇറ്റ്. അന്നേരം കക്ഷി പറഞ്ഞു, ഒറ്റ സെന്റൻസ്, എവറസ്റ്റ് കനോട്ട് ഗ്രോ ബട്ട് ഐ ക്യാൻ ഗ്രോ, ദാറ്റ്സ് ഇറ്റ്. എവറസ്റ്റിന് വളരാൻ പറ്റില്ല, പക്ഷെ എനിക്ക് പറ്റും. നെക്സ്റ്റ് ഇയർ ഹി കോൺകർഡ് മൗണ്ട് എവറസ്റ്റ് എന്നാണ് കഥ. ഇവിടുത്തെ ചോദ്യത്തിലൂ ഈ പെർസെപ്ഷണൽ ഡിഫറൻസ്. ഞാൻ ഒട്ടേറെ മോട്ടിവേഷണൽ പുസ്തകത്തിൽ ഞാൻ വായിച്ചൊരു വാക്കാണ് പെർസെപ്ഷനെ കുറിച്ചിട്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആകെപ്പാടം വരുത്തേണ്ട ഒരു കാര്യം പെർസെപ്ഷണൽ ഡിഫറൻസ് ആണ്. പെർസെപ്ഷണൽ ഡിഫറൻസ് പറഞ്ഞാൽ നിങ്ങളുടെ കാഴ്ചപ്പാട് നിങ്ങളെ കുറിച്ച് നാട്ടുകാർ വിട്, ഭാര്യ പറയുന്നത് വിട്, ഭർത്താവ് പറയുന്നത് വിട്, നിങ്ങളുടെ ക്ലോസ് ആയ നിങ്ങൾ എന്താണ് നിങ്ങൾ കൺസെപ്റ്റ് ചെയ്യുന്നു. അതാണ് ഡേവിഡ് ഷിവാർട്സ് വളരെയധികം അതിൽ പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. നമ്മുടെ, അതായത് രമേശൻ എന്ന എന്നെ ഞാൻ എത്രത്തോളം കാഴ്ചപ്പാടുകളിലൂടെ മാറ്റുന്നു, അതനുസരിച്ചിട്ടായിരിക്കും ഞാൻ ഉണ്ടാക്കുന്ന മാറ്റം എന്ന് പറയുന്നത്. അതാണ് നിങ്ങൾ എന്നിൽ ഉണ്ടാവുന്ന മാറ്റം എന്ന് പറയുന്നത്. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. ഇനി വേറൊരു കാര്യം പറയുന്നത്, മെയിൻറ്റെയിൻ കോൺഷ്യൻസ് ഫോർ കോൺഫിഡൻസ്. നമുക്കൊരു ബോധം ഉണ്ടാവണം, എ ക്ലിയർ കോൺഷ്യൻസ്. അതായത് ഞാൻ വളരെ പ്രധാനപ്പെട്ട ഈ കാര്യം ഒന്ന് വ്യാഖ്യാനിച്ചു തരാം. ചിലവർക്ക് വായിക്കാൻ കുറച്ച് മനസ്സിലാക്കാൻ, മലയാളത്തിലാണെങ്കിൽ പോലും ഇത് തിരിയണമെന്നില്ല. അതായത് നമ്മുടെ എന്നെ കുറിച്ചുള്ള എൻ്റെ ബോധതലം, ഞാൻ പറയാറുണ്ട് എൻ്റെ പല ട്രെയിനിങ്ങിലും 3 രമേശൻ ഉണ്ടെന്ന് ഞാൻ പറയാറുണ്ട്. ഒന്ന്, ഈ ആൾക്കാർ കാണുന്ന ഒരു രമേശൻ. 2, രമേശൻ മനസ്സിലാക്കിയ രമേശൻ, എന്നാൽ യഥാർത്ഥ രമേശൻ. ഈ 3 രമേശന് വ്യത്യാസമാണ്. ഞാൻ രമേശൻ എന്നുള്ള പേര് മാറ്റിക്കോ, ഇത് സന്തോഷ് സാറാവാം, മിനീഷ് സാറാവാം, അല്ലെങ്കിൽ പുഷ്കരൻ സാറാവാം. കാണുന്ന പേര് പറയുന്നത് വേറൊന്നുമില്ലോ, മനോജ് സാർ ആരല്ല. ഞാൻ പറയുന്ന പോയിന്റ് ഇത്രയേ ഉള്ളൂ. ആ 3ാമത്തെ നിങ്ങളെയാണ് ഇവിടെ ഡേവിഡ് ഷിവാർട്സ് ഫോക്കസ് ചെയ്തത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് നിങ്ങളൊന്ന് വെറുതെ ഇരുന്ന് ആലോചിച്ച് നോക്കിയിട്ട്, നിങ്ങൾ 3 ആളില്ലേ? തൊട്ടടുത്തുള്ള ആള് വ്യാഖ്യാനിക്കുന്ന നിങ്ങൾ, അത് കേട്ട് നിങ്ങളാണെന്ന് മനസ്സിലാക്കുന്നു. ഹനുമാന്റെ കഥ പോലെ, ഹനുമാന് പറക്കാൻ പറ്റുമെന്ന കാര്യം ഹനുമാൻ അറിയില്ല. അത് ജാമ്പവാൻ ഓർമ്മിക്കേണ്ടി വന്നൊരു കഥയുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലത്തെ ഒരു പ്രോസസ് നമ്മളിൽ നടക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയാം. മെയിൻറ്റെയിൻ കോൺഷ്യസ്, ബോധപൂർവ്വം ഇത് ശ്രമിക്കണം. ഈ ക്ലാസ് തുടരണം എന്ന് നിങ്ങൾ ബോധപൂർവ്വം ശ്രമിച്ചാലേ നടക്കൂ. അത് നമ്മുടെ ആത്മവിശ്വാസമാണ്. പിന്നെ അതിൽ സത്യസന്ധത വേണം. ഹോണസ്റ്റി എന്ന വാക്കാണ് അത് ഉപയോഗിച്ചത്. അതായത് എൻ്റെ പ്രശ്നം ഇതാണ്, എനിക്കിത്രയും കഴിവുണ്ട്, ഞാൻ അതിന് സത്യസന്ധമായി പ്രവർത്തിക്കും. ഹോണസ്റ്റി കോൺഷ്യസ്നെസ് എന്നാണ് ഇതിന് പറയുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സത്യസന്ധത വേണം. നിങ്ങൾ മനസ്സിലാവുന്ന പോലെ ഇത് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി അടുത്ത ചോദ്യം വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യമാണ്. എങ്ങനെയാണ് എനിക്കൊരു ആത്മവിശ്വാസം വരിക? ഒറ്റ വഴിയിൽ, അഭിനയിക്കുക. എങ്ങനെ അഭിനയിക്കുക? കണ്ണാടിയുടെ മുമ്പ് പോവുക,
എന്നിട്ട് പറയാം, ഞാൻ ഭയങ്കര സംഭവമായിട്ടാ. സ്വയം പറയണം. സത്യം ഇപ്പൊ രാത്രി ആരും കാണാത്തവര് പറഞ്ഞോ, കുഴപ്പമില്ല. പക്ഷെ ഇനി ആള് കാണുമ്പോൾ പറഞ്ഞാലേ പ്രശ്നമുള്ളൂ. അതുകൊണ്ട് ഞാൻ ആത്മവിശ്വാസമുള്ളവനാണ് എന്ന് കണ്ണാടി നോക്കിയിട്ട് പറയണം. എങ്കിൽ നിങ്ങളുടെ ആത്മവിശ്വാസം വളരും. ഇത് അങ്ങനത്തെ ഒരു ഗ്രാഫാണ് ഇത് സാർ. കുറച്ച് ആത്മവിശ്വാസം വന്നേ ഇത് കൂടും, കൂടി 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 വരും. പിന്നെ അടുത്ത എളുപ്പം വഴി എന്നറിയാം, ആത്മവിശ്വാസം ഉള്ളവരുടെ കൂട്ടായ്മയിൽ ചേരുക. സിമ്പിൾ. ആത്മവിശ്വാസമുള്ളവരുടെ കൂട്ടായ്മയിൽ ചേരുക എന്നത് രണ്ടാമത്തെ കാര്യം. വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അതെല്ലാം പുസ്തകത്തിൽ പറയുന്ന പോയിന്റ് ആണോ, ആത്മവിശ്വാസക്കാരുടെ കൂടെ. അപ്പൊ അതിനു വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്നുകിൽ അങ്ങനത്തെ കൂട്ടായ്മ കണ്ടെത്തുക. ഈ കൂട്ടായ്മ അങ്ങനത്തെ കൂട്ടായ്മ. ഇവിടെ നിങ്ങൾ ഒരു ബിസിനസ് സങ്കല്പം കണക്ട് ചെയ്യേണ്ട കേട്ടോ. ഇവിടെ ഒരു കൂട്ടായ്മ ആത്മവിശ്വാസമുള്ളവരുടേതാണ്. ഇതിൽ എന്നെ നേരിട്ടറിയുന്ന വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഈ വലിയ ഈ സ്ക്രീനിലൂടെ നിങ്ങൾ എന്നെ വീണ്ടും കാണും. പക്ഷേ കേരളം മുഴുവൻ യാത്ര ചെയ്യാൻ വരികയാണ് ഇത്തരത്തിലുള്ള ട്രെയിനിങ് സീരീസുമായിട്ട്. അപ്പൊ നമുക്ക് എവിടെ വെച്ചെങ്കിലും നേരിട്ട് കാണാം. അപ്പൊ അതിനൊന്നും ഒരു പ്രശ്നമില്ല. കാരണം ഇത് പല ലിങ്കിലൂടെ കയറിയവരുണ്ട്. എനിക്കറിയില്ല ആരൊക്കെയാണ് ഇതിന്റെ വന്നിരിക്കുന്നത്. ഏതായാലും സന്തോഷം. അപ്പൊ നമ്മൾ അഭിനയിക്കുക. അടുത്തത് എന്താണെന്നറിയോ? നമ്മൾ എങ്ങനെയൊക്കെ അത് ചെയ്യാന്ന് ഇയാൾ പറയുന്നത്. ഒന്ന്, നോട്ടം. മനസ്സിലായില്ലേ? അതായത് നമ്മളെ സംബന്ധിച്ചോളം നമുക്കൊരു ആത്മവിശ്വാസമുള്ള ഒരാളാണെന്ന് തോന്നിക്കണം. ചിലവരെ കണ്ടില്ലേ, നടത്തം ഇങ്ങനെ ഒന്നിനും കൊള്ളാതെ ഈ ജീവിതം ഇത് എന്തിനു നൽകി എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുന്ന കുറെ ആൾക്കാരില്ലേ. അവർക്ക് നേരെ നമ്മുടെ നടന്നൂടെ? അതിന് വലിയ ചെലവൊന്നുമില്ലോ. ബ്രിസ്ക് വാക്കിംഗ്, നിങ്ങളുടെ ഐ കോണ്ടാക്ട്, നിങ്ങളുടെ നോട്ടം, നിങ്ങളുടെ പുഞ്ചിരി, ഇതൊക്കെയല്ലേ നിങ്ങളുടെ ആത്മവിശ്വാസം മറ്റുള്ളവർക്ക് മനസ്സിലാവുക. അത് നിങ്ങളുടെ ആത്മവിശ്വാസം പ്രസ്ഫുരിക്കുന്ന നിങ്ങളുടെ മുഖം, അത് അഭിനയത്തിലൂടെ ഉണ്ടാക്കണം. കുറച്ച് പണിയാണ്. അതുകൊണ്ട് പറയാം, മാജിക് ഓഫ് തിങ്കിങ് ബിഗ് എന്ന പുസ്തകം വായിച്ച് വിജയിച്ചവർ മില്യൺസ് ആണ്, വായിച്ച് വിട്ടവര് ബില്യൺസ് ആണ്. ഇത് ചെയ്തോ മാത്രമേ വിജയിക്കൂ. അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട പോയിന്റ്. ഇനി എന്തൊക്കെയാണ് അതിന്റെ പ്രാക്ടിക്കൽ സ്റ്റെപ്സ്? ചുരുക്കം പറഞ്ഞാൽ, ഒന്ന് ആക്ഷൻ, പിന്നെ ശുഭചിന്തകളുടെ ഒരു പോസിറ്റീവ് തോട്ട്സ്, എല്ലാറ്റിനെ കുറിച്ചും പിന്നെ അതിലൊരു പോയിന്റ് എനിക്ക് ഇഷ്ടമായി. എല്ലാരെ കുറിച്ചും നമ്മൾ കുറ്റമൊന്നും പറയണ്ട. ഒരു ബാലൻസ് ആയിട്ടുള്ള കാഴ്ചപ്പാട്, എല്ലാവരെ കുറിച്ചും എല്ലാത്തിനെ കുറിച്ചും. ഓവർ എക്സൈറ്റ്മെന്റ് ഒന്നും വേണ്ട, കുറവ് എക്സൈറ്റ്മെന്റ് വേണ്ട, എല്ലാം ഒരുപോലെ. പിന്നെ നമ്മുടെ മോറൽ ഇന്റഗ്രിറ്റി, അതായത് സത്യസന്ധത, അല്ലെങ്കിൽ എന്താ പറയാ, ഞാൻ എന്ന ഒരു ക്വാളിറ്റി ഇല്ലേ, ആ സാധനം നമുക്ക് ഉണ്ടാവണം. പിന്നെ ഞാൻ ഈ പറഞ്ഞ കോൺഫിഡൻസ് ടെക്നിക്സ്, അതായത് കോൺഫിഡൻസ് ടെക്നിക്സ് പറഞ്ഞാൽ അഭിനയം, പക്ക അഭിനയം. ഇത്രയും കാര്യങ്ങൾ വരുമ്പോ നമ്മൾ ഫിയറിനെ ഓവർകം ചെയ്യും. അപ്പൊ മൂന്നാമത്തെ ചാപ്റ്ററിന്റെ ചുരുക്കമാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ നാലാമത്തേൽ പോകുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ. അതായത് ഈ പുസ്തകം അറേഞ്ച് ചെയ്യുന്ന ഒരു പ്രത്യേകതയുണ്ട്. ഡേവിഡ് ഷ്വാർട്സ് പുസ്തകത്തിന്, അതായത് ഒരു വലിയ സാധാരണക്കാരനെ വായനയുടെ ലോകത്തിലൂടെ കൊണ്ടുപോയി അവരെ കൃത്യമായ വിജയത്തിൽ എത്തിക്കുന്ന ഒരു പരിപാടിയാണ്. ഇപ്പൊ മഹാഭാരതത്തില് ഭഗവത്ഗീത ഉപദേശിക്കുന്നുണ്ട് കൃഷ്ണൻ. ആ കൃഷ്ണനും അർജുനനും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇതേ തരത്തിലാണ് പോകുന്നത്. ദുർബലനായ അർജുനനെ തന്റെ അനുഭവങ്ങളുടെ കഥകളിലൂടെ പറഞ്ഞു കൊടുത്തുകൊണ്ട് ശക്തനായ ഒരു യോദ്ധാവാക്കി മാറ്റുന്നു എന്നാണ് ഭഗവത്ഗീതയിൽ പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, ഗീതയിലെ ഒരേ ഒരു ശ്ലോകം, ഇതൊരു ആത്മീയ ക്ലാസ് ഒന്നല്ല, എത്ര യോഗേശ്വര കൃഷ്ണ എത്ര പാർത്ഥോ ധനുർധര തത്ര ശ്രീ വിജയോ ഭൂതിർ ധ്രുവം നീതിർ മധുരമം. അത് ന്യൂറോ സയൻസ് പെർസ്പെക്റ്റീവില് നിങ്ങളുടെ തലച്ചോറാണ് നിങ്ങളുടെ കൃഷ്ണൻ, നിങ്ങളുടെ മറ്റവയവങ്ങളാണ് നിങ്ങളുടെ അർജുനൻ. അപ്പൊ തലച്ചോറിനെ കുറിച്ചുള്ള കൃത്യമായ ഡയറക്ഷൻ അനുഭവിച്ച് മുന്നോട്ട് പോകുന്ന ഒരാൾ മാത്രമേ വിജയിക്കൂ എന്നാണ് അതിൽ പറഞ്ഞത്. അതാണ് ഇവിടെയും പറയുന്നത്. നിങ്ങളെ കുറിച്ചുള്ള മാറ്റം വരുത്തുന്നത് കയ്യോ കാലോ അല്ല, നിങ്ങളുടെ തലച്ചോറിലാണ്. അപ്പൊ ഈ പുസ്തകം പറയുന്നത് നിങ്ങൾ ആദ്യം ഫിയർ ഉണ്ടാകുന്ന തലച്ചോറിലാണ്. ആ ഫിയറിനെ മാറ്റാൻ പറ്റി. ഞാനൊരു വെല്ലുവിളി പോലെ പറയാം, നിങ്ങൾക്ക് നാളെ വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റം വരുത്താം. 228 ആളുകളുണ്ട്, ഞാൻ കൂടാതെ 209 ആളുകളുണ്ട്. ഈ 228 ആൾക്കാർക്കും നിങ്ങൾക്ക് മാറ്റം ഉണ്ടാക്കാൻ പറ്റും. ആദ്യത്തെ 3 ചാപ്റ്റർ മാത്രം പഠിച്ചാൽ മതി.
ഇതിന് വേണ്ടത് പകൽ യാത്ര ചെയ്യുന്നു, നിങ്ങൾക്ക് ഇതിനൊക്കെ ഓഡിയോ ടെസ്റ്റ് ഒക്കെ കിട്ടും, ഓഡിയോ ഇത് കിട്ടും, അത് കേൾക്കാം. പിന്നെ കേൾക്കുന്ന ഈ പ്രധാന പോയിന്റ്സ് ഒന്നോ രണ്ടോ എഴുതി കീശയിൽ ഇടുക, എന്നിട്ട് അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. എവിടെയാണ് എൻ്റെ പ്രശ്നം? എവിടെയാണ് എൻ്റെ പ്രശ്നം? അത് കണ്ടെത്താനുള്ള പ്രോസസ്സിലേക്ക് നിങ്ങൾ എത്തിക്കുന്നതാണ് മൂന്നാമത്തെ ചാപ്റ്റർ. ഏതാണ്ട് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. നമുക്ക് ഇല്ലേ പുസ്തകം നന്നായി വായിക്കാം. ഉറക്കം വരുന്നവർ ശ്രദ്ധിക്കുക. കുറച്ച് ഉറക്കം 9:48 ഉറങ്ങരുത്. 15 മിനിറ്റ് കൂടെ പ്ലീസ് കാത്തിരിക്കും. നമുക്ക് കുറച്ച് കാര്യങ്ങൾ. എത്ര കാലമായി ഉറങ്ങുന്നത്? 4ാമത്തെ ചോദ്യം, 4ാമത്തെ ചാപ്റ്റർ, ഹൗ ടു തിങ്ക് ബിഗ്. നമ്മുടെ വിഷയം തന്നെ ഇതാണ്, എങ്ങനെ വലുതായി ചിന്തിക്കാം. എങ്ങനെയാണ് വലുതായി ചിന്തിക്കുക? അപ്പൊ നിങ്ങൾ ചോദിക്കും, അല്ല മാഷെ, ഈ ബേസിക്കലി അറിയാത്തവർ, ഞാൻ ഒരു അധ്യാപകനാണ്. കുറുമാത്തൂർ എന്ന് പറയുന്ന ഗവൺമെന്റ് ഹൈസ്കൂളിലെ ഒരു ഹെഡ് മാഷാണ്. കണ്ണൂർ ജില്ലയിലാണ്. ഞാൻ എൻ്റെ അഡ്രസ്സ് പറയുന്നത് അതിലും കൂടെ പോകുന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു മനുഷ്യൻ ഇവിടെ ഉണ്ട്, ഞാൻ താമസിക്കുന്ന പയ്യന്നൂരാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, എങ്ങനെയാണ് വലുതായി ചിന്തിക്കുന്നത്? എനിക്ക് തോന്നുന്നൊരു 100 കണക്കിന് മോട്ടിവേഷണൽ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞ ഒരേ കാര്യമാണ് ഹൗ ടു തിങ്ക് ബിഗ്. അപ്പൊ സ്വാഭാവികം ചോദ്യം, ഈ ബിഗ് തിങ്കിങ്ങിൽ ഇങ്ങനെ ബിഗ് ഉണ്ടോ സ്മോൾ ഉണ്ടോ? വലുതായി ചിന്തിക്കുകയും ചെറുതായി ചിന്തിക്കുകയുണ്ടോ? കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്നൊരു സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ജയറാമിന്റെ മകനും ജയറാം അഭിനയിച്ച അതിലൊരു സീനില് കുട്ടികളെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു ചെറിയ കുട്ടി, ആമ എത്രയുണ്ടാ? വലിയ ആമ. പിന്നെ കുറച്ചും കൂടെ കുറഞ്ഞ് ഇത്രയേ ഇല്ലു എന്ന് പറയുന്നില്ലേ. ശരിക്കും പറഞ്ഞാൽ അത് റിവേഴ്സ് ആണ്. വലിയ ആമയെ ചിന്തിക്കാൻ പറ്റും. ഒരു സത്യം പറയാം, നിങ്ങൾ ഇപ്പോൾ എന്താണോ, നിങ്ങൾ പല മേഖലയിലെ ആൾക്കാർ ഈ പ്രഭാഷണം കേൾക്കുന്നുണ്ടാവും. അവർ എന്താണോ എന്നത് അവരുടെ ചിന്തകളാണ്. യു ആർ ദ പ്രൊഡക്റ്റ് ഓഫ് യുവർ തോട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ എന്താണോ എന്നത് നിങ്ങൾ എപ്പോഴോ ചിന്തിച്ച നിങ്ങളാണ്. ഇത് നിങ്ങൾ വലുതായി ചിന്തിക്കുന്നു. ശുഭാംശു ശുക്ല എന്ന ഇന്ത്യയിലെ സ്പേസിൽ ഇപ്പൊ പോയ ആ മനുഷ്യൻ സാധാരണ പട്ടാളക്കാരനാണ്. ഒരു എക്സ്ട്രാ ബോണില്ല. പക്ഷെ അയാൾ കുഞ്ഞുനാളിലെ ചിന്തിച്ചൊരു കാര്യം അയാൾ ബിഗായി ചിന്തിച്ചു എന്നുള്ളതാണ്. ലോകത്ത് അത്ഭുതങ്ങൾ ഉണ്ടാക്കിയ ആൾക്കാരൊക്കെ വലുത് ചിന്തിച്ചവർ മാത്രമാണ് പ്രിയപ്പെട്ടവർ. നിങ്ങൾ അതിന് വേണ്ടി ചെലവൊന്നും ചെയ്യണ്ട. മിനീഷ്, ഞാൻ ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു റിവ്യൂ ക്ലാസ് തുടങ്ങണമെന്ന് പറയുമ്പോൾ നമുക്ക് ആൾക്കാരുടെ എണ്ണമൊന്നും മനസ്സിലില്ല. ഞങ്ങൾ അങ്ങനെ ആരും പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷെ തീരുമാനം എടുത്തു, ഇത് ബിഗ്. ഇപ്പോ ഞങ്ങൾ 100 രൂപ പ്ലാറ്റ്ഫോം ആയിരുന്നല്ലോ തുടക്കത്തിലുണ്ടായത്. പലരുടെ സഹായത്തോടെ 500 പ്ലാറ്റ്ഫോമിലേക്ക് വന്നപ്പോൾ 220 ആൾക്കാർ. എനിക്ക് 100% ഉറപ്പുണ്ട്, നെക്സ്റ്റ് തേഴ്സ്ഡേ വരുമ്പോഴേക്ക് ഇറ്റ് വിൽ ക്രോസ് 500. ബിക്കോസ് ഐ ആം തിങ്കിങ് ബിഗ്. കൂടുതൽ ആൾക്കാരിൽ എത്തട്ടെ എന്ന് ഞാൻ ചിന്തിക്കുന്നു. വേറെ ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല. അത് ഞാൻ പറയുന്നത്, ഇതേപോലെ നിങ്ങൾക്ക് ഇപ്പൊ ഞാനൊരു അധ്യാപകനാണെങ്കിൽ എങ്ങനെ എൻ്റെ ഹൈസ്കൂള് വളരെ വിപുലമായി ചിന്തിക്കാം എന്ന് ചിന്തിക്കുമ്പോഴാണ് തിങ്കിങ് ബിഗ്. നിങ്ങളൊരു വീട്ടമ്മയാണെങ്കിൽ ആ വീട് എങ്ങനെ മനോഹരമായി വലിയ രീതിയിൽ ചിന്തിക്കാം, ദാറ്റ്സ് ബിഗ്. നിങ്ങളൊരു ബിസിനസ്സുകാരനാണെങ്കിൽ തൻ്റെ ബിസിനസ് എത്രത്തോളം വർദ്ധിപ്പിക്കാം, ദാറ്റ്സ് യുവർ ബിഗ്, തിങ്കിങ് ബിഗ്. അതിന്റെ ചില സ്റ്റെപ്സിനെ കുറിച്ചാണ് ഇനി പറയുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം, അത് നിങ്ങളുടെ പേഴ്സണലിലും പ്രൊഫഷണലിലും വരാം. ഇപ്പൊ നിങ്ങളുടെ വ്യക്തിപരമായ വലുപ്പം, ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നു, അതൊരു വലുപ്പമാണ്. കാരണം നിങ്ങൾ പുസ്തകം പഠിക്കുകയാണ്. നിങ്ങളുടെ പ്രൊഫഷണൽ കോണ്ടെക്സ്റ്റ്, നിങ്ങളൊരു ജോലിയിൽ വരുമ്പോൾ, ഇപ്പോൾ ഒരു LIC ഏജന്റ് ആണ് ഇത് കേൾക്കുന്നതെങ്കിൽ അവർ ഇമ്മാസം ചെയ്ത ബിസിനസിന്റെ ഇരട്ടി എനിക്ക് അടുത്ത എങ്ങനെ ചെയ്യാൻ പറ്റും, എസ്പെഷ്യലി ഓക്കെ. അപ്പൊ അതിന് വേണ്ടുന്ന ചില കാര്യങ്ങൾ ഇനി പറയാൻ പോവാണ്. എങ്ങനെ ചിന്തിക്കാം? ഒന്നാമത്തെ കാര്യം പറയുന്നത്, നമ്മൾ തന്നെ ചിന്തിക്കുക, സെൽഫ് ഡിപ്രീസിയേഷൻ, അല്ലെങ്കിൽ നമ്മൾ തന്നെ കുറഞ്ഞ് ചിന്തിക്കുന്ന ഒരു പരിപാടി നമുക്കുണ്ട്. അണ്ടർ എസ്റ്റിമേറ്റ് ദെയർ എബിലിറ്റീസ്. അതല്ലേ വളരെ ഇമ്പോർട്ടൻ്റ് കാര്യം. അതൊന്നും വിശദീകരിക്കാതെ പറ്റില്ല. അതായത് ഒരാളോട് ചോദിക്കുകയാണ്, എന്തെങ്കിലും ഒരു കാര്യമാണ്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? ആവശ്യം പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല പറഞ്ഞത്? നിങ്ങൾ ചിന്തിച്ചത് പോലുള്ള ഒരു അണ്ടർ എസ്റ്റിമേറ്റ്, നിങ്ങൾക്ക് അത്രയാവൂ എന്ന് നിങ്ങൾ ചിന്തിച്ചു. 100 ആളെ മുമ്പിൽ ഇരുന്നിട്ട് ക്ലാസ് എടുക്കാൻ പറയുമ്പോൾ ആവില്ല എന്ന് ആദ്യം തീരുമാനം. നിങ്ങൾക്ക് അത് ആവില്ല, നിങ്ങൾ തീരുമാനിച്ചാൽ, അല്ലാണ്ട് അങ്ങനെയൊന്നുമില്ല. അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നു. അത് നമ്മൾ മലയാളത്തിൽ അവർ പറയേണ്ടത്, നമ്മൾ തന്നെ കുറച്ച് കാണിക്കുന്നു. അത് മലയാളിന്റെ ഒരു വൃത്തിയുടെ സ്വഭാവം. ഒരു വലിയ സമ്പന്നനെ കണ്ടാൽ എങ്ങനെയുണ്ട് സാർ ജീവിതം? ഇങ്ങനെ പോകുന്നു.
നിങ്ങൾ നോക്കിക്കുക, നിങ്ങളൊരു ഫോറിനറെ കണ്ടാലോ, ഹൗ ആർ യു, ഐ എം ഫൈൻ. അത് നമ്മളെ കുറച്ച് അങ്ങനെ പഠിപ്പിക്കുന്നതിന് വേണ്ടി നിന്റെ ഇല്ല കാര്യമൊന്നും എല്ലാവരോടും പറയരുട്ടമോനെ. അങ്ങനെ ഒരു തെറ്റ് വിദ്യാഭ്യാസം നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. നമ്മളെ കുറിച്ചുള്ള കാര്യം എന്താ അധികം പറഞ്ഞുകൂടത്? ഞാൻ വിശ്വസിക്കുന്നത് ഈ ബുക്ക് കംപ്ലീറ്റ് ചെയ്യുന്നവർ, എൻ്റെ കൂടെ നിൽക്കുന്നവർ ഇപ്പോഴുള്ളതിൽ നിന്ന് 100% മാറിയിട്ടുണ്ടാവും. നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. ഇറ്റ് ഈസ് മൈ ബിലീഫ്. നിങ്ങൾ റെഡിയാണെങ്കിൽ ഞാനിത് കണ്ടിന്യൂ ചെയ്യും. ഒരു സംശയം വേണ്ട, ഞാൻ മിനീഷൊക്കെ റെഡിയാണ്, അല്ലെങ്കിൽ എൻറ്റയർ ടീം ഈസ് റെഡി. അപ്പൊ അത് നമ്മൾ എങ്ങനെ ചെയ്യുന്നതിനെ നമ്മൾ ഇതിനെ കൊടുക്കുന്ന ഒരു പെർസെപ്ഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ വാക്ക് പോലെ അണ്ടർ എസ്റ്റിമേറ്റ്. അതായത് എന്ന് വെച്ചിട്ട് ഒരു മരത്തമ്മ കയറിയിട്ട് ഞാനൊക്കെ ഇതെല്ലാം ഒരു പ്രശ്നമല്ല ഏറ്റവും തുള്ളുന്നുണ്ടെങ്കിൽ അവൻ്റെ പണി തീരും. അത് റിയാലിറ്റിയും വേണം. ഞാൻ പറഞ്ഞില്ലേ, ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ്. ഇനി വേറെ കുഴപ്പമുണ്ട്, ചിലവർ എൻ്റെ ഇയാൾ ഭയങ്കര സംഭവമാണ്, അതിന് ഓവർ എസ്റ്റിമേറ്റ്. അത് നടക്കണമെന്നില്ല. ബി ദ റിയൽ എസ്റ്റിമേറ്റ്. ഇത്രയേ ഉള്ളൂ. അതായത് ഞാനിങ്ങനെ ഇരിക്കുന്നത്, എല്ലാവരും നാളത്തേക്ക് ബാമ്പ മാറ്റം വരും. ഇന്ന് എമ്മാതിരി 10 ഉറങ്ങി കഴിഞ്ഞ് രാവിലെ നത്തിങ് വിൽ ഹാപ്പൻ. പക്ഷെ കുറച്ച് മാറ്റങ്ങൾ വരും എന്ന് ചിന്തിക്കുന്ന റിയാലിറ്റി ടോക്കിലേക്കാണ് അദ്ദേഹം പോകുന്നത്. ഒന്നുകൂടെ എഴുതിക്കോ, പീപ്പിൾ ഓഫ്റ്റൺ അണ്ടർ എസ്റ്റിമേറ്റ് ദെയർ എബിലിറ്റീസ്. അതെന്താവും? നമ്മൾ അവസരങ്ങൾ ഇല്ലാതാക്കും. അപ്പൊ അദ്ദേഹം പറയുന്നത് നിങ്ങളുടെ സ്ട്രെങ്ത്തിൽ ഫോക്കസ് ചെയ്യണം. അപ്പൊ ഞാൻ ഒന്നുകൂടെ മലയാളം അല്ലെങ്കിൽ മലയാളത്തിലൂടെ സംസാരിക്കുന്നവരോട് പറയട്ടെ, എന്താണ്? നിങ്ങൾ നിങ്ങളുടെ സ്ട്രെങ്ത്തിലേക്ക് പോകണം. എങ്ങനെ പോകണം? എക്സാമ്പിൾ, ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, നിങ്ങളുടെ കഴിവെന്താ? അപ്പൊ അദ്ദേഹം ഇത് പണ്ട് SWOT അനാലിസിസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ട്രെയിനിങ് പറഞ്ഞു കൊടുക്കുന്നത്, സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി, ത്രസ്റ്റ്. അതൊന്നുമല്ല. നിങ്ങൾ കഴിവ് എഴുതാം. ഞാൻ ഇത് പറയുന്ന തമാശയല്ല, ഇത് ആ ബുക്കിൽ പറയുന്ന വളരെ, ഈ ബുക്ക് പലരും വായിച്ചിട്ട് ഇതെല്ലാം മനസ്സിലാവണമെന്നില്ല. ഞാൻ അതിന്റെ കീ പോയിന്റ്സ് എടുത്തിട്ടാണ് പറഞ്ഞു തരുന്നത്. അതിനെ കാറ്റിഗോറി തേച്ചും പറഞ്ഞു തരുന്നത്, നിങ്ങൾ വായിച്ചേ പറ്റും. എന്നോട് ആരും എന്നോട് പറഞ്ഞു, സാർ ആ പുസ്തകത്തിൽ എല്ലാ കാര്യം നിങ്ങൾ പറഞ്ഞില്ല. പറയൂല. എന്താ? നിങ്ങൾ ആ പുസ്തകം വായിക്കണം. മലയാളത്തിൽ കിട്ടും, ഇംഗ്ലീഷിൽ കിട്ടും, രണ്ടും പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞത്, ഒന്ന്, നിങ്ങളുടെ എന്താ പറയുന്നത്, ഈ സംഭവത്തെ ഒരു പെർസെപ്ഷനിലൂടെ കാണാനാണല്ലോ ഞാൻ പറഞ്ഞത്. അവിടെ നിങ്ങളുടെ സ്ട്രെങ്ത് എഴുതണം. അതാണ് ഒന്നാമത്തെ കാര്യം. എന്താ സ്ട്രെങ്ത്? അത് നിങ്ങൾ പറയണം. ഒന്ന്, നിങ്ങൾക്ക് പാചകം ചെയ്യാൻ പറ്റും, ദാറ്റ്സ് യുവർ സ്ട്രെങ്ത്. ചിത്രം വരയ്ക്കാൻ പറ്റും. ഞാൻ പലപ്പോഴും രക്ഷിതാക്കളുടെ, നിങ്ങൾ കുട്ടികളുടെ സ്ട്രെങ്ത് എന്താ? അത് അവർക്കറിയില്ല. എന്റെ കുഞ്ഞിന് കണക്കിന് മാർക്കൊന്നുമില്ല മാഷ്, അത് പറയും. ഓനാ ഫിസിക്സ് ഒരു ബെസ്റ്റ് പഠിക്കില്ല. ഞാൻ ചോദിക്കുകയാണ്, ഇവൻ എന്ത് കഴിവില്ലേ? ആ കഴിവെല്ലാം ഉണ്ട്, അവൻ എന്തെല്ലാം സാധനം ഉണ്ടാക്കും. ഈ ചങ്ങായി ആയിരിക്കും ഭാവിയിലെ സയന്റിസ്റ്റ് ആവുന്നത്. അണ്ടർസ്റ്റാൻഡ് ദിസ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എത്ര രക്ഷിതാക്കളുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്ന പറയാണ്. ഒന്ന്, മക്കളെ നശിപ്പിക്കാതിരിക്കും. അപ്പൊ അതിലൊന്ന് സ്ട്രെങ്ത് നമ്മൾ അറിയണം, നമ്മുടെ വീക്ക്നെസ്സും അറിയണം. ആ സ്ട്രെങ്ത്തിനെ ഹൈലൈറ്റ് ചെയ്യുക. ഷോർട്ട് കമ്മിങ്സ് എന്നാണ് ഞാൻ ഉപയോഗിച്ചത്. അതായത് നമ്മുടെ കഴിവില്ലായ്മ ഉണ്ടാവും. എനിക്കിപ്പോൾ കുറേ കഴിവില്ല, പക്ഷെ ഞാനത് ഫോക്കസ് ചെയ്യുന്നില്ല. ഞാൻ എൻ്റെ സ്ട്രെങ്ത്തിലേക്ക് മാത്രം, എൻ്റെ പ്രസന്റേഷനാണ് എൻ്റെ സ്ട്രെങ്ത്. എക്സാമ്പിൾ, ഞാനൊരു ട്രെയിനിങ് ആൻഡ് മെന്ററിംഗിലാണ് എക്സ്പെർട്ടൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്കത് ഒരാളെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും എന്ന് വെച്ചിട്ട് എനിക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റണമെന്നില്ല, അല്ലെങ്കിൽ നീന്താൻ പറ്റണമെന്നില്ല. ഇറ്റ് ഈസ് ഡിഫറെന്റ്. അത് ഞാൻ പറയുന്നൊരു കാര്യം. നിങ്ങൾ അത് ഏതിലേക്കാണോ പോകുന്നതെന്ന് വെച്ചാൽ ഒന്ന് ചെയ്യാം. അപ്പൊ അത് വളരെ മനസ്സിലാക്കുന്നത്. രണ്ടാമത്തത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ കാര്യമായിട്ട് നിങ്ങളുടെ ഭാഷയെ ശ്രദ്ധിക്കുക. അതെന്താ ഭാഷ? നിങ്ങൾ ഈ പറയുന്നതിൽ ചോദ്യം ഉണ്ടാവും. നമ്മളുടെ സംഭാഷണം നമ്മളെ മാറ്റും. നമ്മുടെ സംഭാഷണത്തെ, ഒരാളെ സംഭാഷണം നോക്കിയിട്ട് നമുക്ക് ഈ ചങ്ങായിന്റെ ഒരു ബന്ധം വേണോ തീരുമാനിക്കാൻ പറ്റും. വളരെ ഇമ്പോർട്ടൻ്റ് കാര്യം. അവിടെ ഒരു ബുക്ക് തന്നെയുണ്ട്, പവർ ഓഫ് സ്പോക്കൺ വേർഡ്സ്. എന്തിനാ പറഞ്ഞാൽ, ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ടു ലേൺ മോർ യു ക്യാൻ ഗോ ഫോർ ദാറ്റ്. അതായത് ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകൾ നോക്കിയാട്ടെ. ആ വാക്കുകൾ നിങ്ങളെ പ്രചോദിപ്പിക്കുന്നതാണോ അല്ലെ മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുന്നതാണോ? തായ്ലൻഡ് എന്ന് പറയുന്ന രാജ്യത്ത് ഒരിക്കൽ നിങ്ങളൊക്കെ പത്രത്തിൽ വായിച്ചാണ്, ഒരു ഗുഹയിലേക്ക് ഒരു അധ്യാപകൻ, ഒരു കോച്ചും 13 പിന്നെ സ്പോർട്സ് താരങ്ങളും അവിടെ കുടുങ്ങി. അവരെ ലോകം രക്ഷപ്പെടുത്തി. യഥാർത്ഥത്തിൽ ഈ പുസ്തകമായിട്ട് അതിന് ബന്ധമുണ്ട്. ആ തായ്ലൻഡിലെ ആ കോച്ചിനെ അറിയാം, അന്ന് ഫ്ലഡ് വന്നു, മുഴുവൻ ഈ ഒരുപാട് ഗുഹകളുണ്ട്, അതിൽ നിറഞ്ഞു, ഇവര് മരിക്കുന്ന അയാൾക്ക് അറിയാം. പക്ഷെ അയാൾ കുട്ടികളോട് പറഞ്ഞെന്നറിയാം, എടാ നമുക്ക് ഒരു പ്രശ്നം വരില്ല, നമ്മൾ പുറത്ത് കിടക്കടാ,
അങ്ങനെ ഇയാൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ അവരുടെ മുമ്പിൽ അഭിനയിക്കാൻ ഇയാൾക്കറിയത് ഇയാള് വലിയ കുത്തുക. ഈ ചിന്തകൾ ശക്തമായി അപ്പൊ കുട്ടികൾ വിശ്വസിച്ചു. അപ്പോഴാണ് ഏതോ ഒരാൾ ഈ കുറച്ച് സൈക്കിൾ കണ്ടിട്ട് ഇൻഫർമേഷൻ കൊടുത്ത് ലോകം മുഴുവൻ പോയി അവരെ മുഴുവൻ രക്ഷപ്പെടുത്തി. അല്ല ഏതോ ഒരാൾ മരിച്ചു, അവരല്ല, റെസ്ക്യൂവേറ്റേഴ്സ്. ഞാൻ ചോദിക്കട്ടെ, അത് മലയാളിയായ ഒരു മാഷും എന്നെ പോലെ കുറെ പിള്ളേരാണെങ്കിൽ ആദ്യം മാഷ് ചാവും, പിന്നെ പിള്ളേരും ചാവും. ഈ ഇരിക്കുന്ന 250 ആളിലും ആ കോച്ചാണെങ്കിൽ മിക്കവാറും അവരെ കാര്യം പോക്കായി. കാരണം നമ്മൾ തന്നെ പേടിച്ചു, പിന്നെ വേറെ രക്ഷയില്ല. ഇത് ഞാൻ എൻ്റെ ട്രെയിനിങ്ങിൽ പറഞ്ഞ എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഇതിന്റെ ഡീറ്റെയിൽസ് കിട്ടും. ദിസ് ഈസ് ദ തിങ്. നിങ്ങളുടെ സ്പോക്കൺ വേർഡ്സ് അത് നല്ല എന്ന് വെച്ചാൽ നല്ല ഭാഷ പറയണമെന്നില്ല, അത് മികച്ചതാവണം. അതായത് ശുഭോദർക്കമായിരിക്കണം, എല്ലാം ശരിയാവും. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ഒരേ സംഭവമാണ്. സാർ ഞാൻ നന്നാവാൻ പോകുന്നില്ല. എടാ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. സിമ്പിൾ. ദ സെയിം തിങ്. ആ വാക്കൊന്ന് മാറ്റുക. അതിന് നിങ്ങൾക്ക് ഇന്ന വാക്ക് വേണമെന്നൊന്നും അദ്ദേഹം പറഞ്ഞില്ല, നിങ്ങൾ ആലോചിച്ചിട്ട് കണ്ടുപിടിക്കാം. റിച്ച് വൊക്കാബുലറി ആൻഡ് പോസിറ്റീവ് ലാംഗ്വേജ്. അതായത് ഒരാളുടെ നിങ്ങൾ എനിക്ക് തോന്നുന്നു ഇതിലെ ആൾക്കാരൊക്കെ അങ്ങനെ ആവട്ടെ. അതായത് ഒരാൾ തളർന്നു വരുമ്പോൾ ഞാൻ നിന്നെ രക്ഷപ്പെടുത്തും എന്ന് പറയുന്ന ഒരു വാക്ക് പറയുന്ന ഒരാൾ മതി. ആ ഒറ്റ വാക്കിൽ രക്ഷപ്പെടും. ഒറ്റ വാക്ക് മതി, നിങ്ങൾ ജീവിതം മാറും. റോക്ക് ഫെല്ലറുടെ കഥ നിങ്ങൾ പഠിപ്പിച്ചതുകൊണ്ടോ? വെറുതെ ഒരു ചെക്ക്, ആ ചെക്കിൽ പണം ഉണ്ടെന്ന് വിശ്വസിച്ച് നമുക്ക് കാര്യങ്ങൾ ചെയ്യും. ചിലപ്പോൾ ചെക്കിൽ പൈസ ഉണ്ടാവണമെന്നില്ല. അതൊരു കഥയുണ്ട്, കഥയിലേക്കൊന്നും സമയമില്ല എനിക്ക്. അപ്പൊ ഞാൻ പറയുന്നത് വാക്കുകൾ ശ്രദ്ധിക്കുക, അതാണ് വളരെ പറയുന്നത്. ഇനി അടുത്ത പോയിന്റ് വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു പോയിന്റ് ആണ് വിഷൻ ഓഫ് പൊട്ടൻഷ്യൽ, അല്ലെങ്കിൽ നമ്മളുടെ കാഴ്ചപ്പാടിന്റെ വ്യത്യാസം. അതായത് ഇപ്പോ ലോകത്ത് നടന്ന പല ദുരന്തങ്ങളുണ്ട്. കൊറോണ ഒരു ദുരന്തമായിരുന്നു, എല്ലാം ഒരുപാട് ദുരന്തമാണ്. പക്ഷെ അവിടെ നിന്നും ചിലർ കാഴ്ചപ്പാടിന്റെ വ്യത്യാസത്തിലൂടെ വിജയിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാനൊരു സത്യം പറയാം. ഇനി വരുന്ന ലോകത്ത്, ഇനി വരുന്ന കുറച്ച് കാലങ്ങൾ പൊതുവെ സമൂഹത്തിൽ പ്രശ്നങ്ങളൊക്കെ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. അവിടെ ഒരു പ്രകാശത്തിന്റെ കൈത്തിരി കൊളുത്താൻ പറ്റുന്ന ഈ എന്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഒരാളെങ്കിലും രക്ഷപ്പെടുത്താൻ ശ്രമിക്കും. ഒരാളെ എങ്ങനെ രക്ഷപ്പെടുത്താം? അദ്ദേഹത്തെ പോയി നിങ്ങൾ രക്ഷപ്പെടുത്തുക, അദ്ദേഹത്തിന് ഒരു വഴി പറഞ്ഞു കൊടുക്കുക. ഞാൻ ഏറ്റവും വലിയ കൃതാർത്ഥനാവുന്നത്, എൻ്റെ അടുത്ത് ഒരു ദിവസം ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്, പല പല കൗൺസിലിങ്ങും ക്വസ്റ്റ്യൻസും മോട്ടിവേഷൻസ്. എനിക്ക് അവരെ രക്ഷപ്പെടുത്താൻ ഒരു വഴി പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ട്. കാരണം ഇതൊക്കെ കടന്നു വന്ന ഒരാളെന്നുള്ളത്. അപ്പൊ ഇവിടെ പറയുന്ന പോയിന്റ് ഒന്നും കൂടെ ഞാൻ ആവർത്തിക്കട്ടെ. വിഷൻ ഓഫ് പൊട്ടൻഷ്യൽ എന്നാണ് പറയുന്നത്. അവസരങ്ങളെ, പല പല അവസരങ്ങളെയും നമ്മൾ കാണുന്നില്ല. ഒരു സത്യം ഞാൻ പറയാം, മാജിക് ഓഫ് തിങ്കിങ് പുസ്തകം വായിച്ചിട്ട് വിജയിച്ച ആൾക്കാരൊക്കെ അവസരം കണ്ടെത്തിയവരാണ്. അവരെടുത്ത് ഇങ്ങോട്ട് അവസരം വന്നിട്ടില്ല. കാരണം പിന്നെ നിങ്ങൾ കാണുന്നതൊക്കെ പോസിറ്റീവ് ആവും. പണ്ടൊരു കമാൻഡർ പറഞ്ഞൊരു കഥയുണ്ട്. ഒരു പട്ടാളത്തിൽ കമാൻഡറെ കുറിച്ചുള്ള കഥയാട്ടോ, കമാൻഡർ പറയാനുണ്ടായില്ല ബാക്കി. ഒരു കമാൻഡറും ഒരു പട്ടാളക്കാരനും മാത്രം ബാക്കി. ചുറ്റുപാടും ശത്രു സൈന്യങ്ങളിലെ ആൾക്കാർ ഇങ്ങനെ ഗൺ വെച്ചിട്ടുണ്ട്, എന്തായാലും കൊല്ലും, ചാവും. അപ്പൊ ഈ കമാൻഡർ എടാ നമ്മ രക്ഷപ്പെടണ്ടേ, നീ എങ്ങോട്ട് വെടിവെച്ചാലും ഒരു പട്ടാളക്കാരൻ ചാവുന്നു. എന്തെന്ന്? നീ എങ്ങോട്ട് വെടിവെച്ചാലും ഒരു പട്ടാളക്കാരൻ ചാവും, നമ്മളെ ചാവും, അത് പോട്ടെ, കിട്ടിയിട്ടിരുന്ന കഥ. ഞാൻ പലപ്പോഴും കണ്ടത് പരാജിതരും വിജയിക്കുന്നവരും വ്യത്യാസം തരിക. അവരുടെ കഴിവിന്റെ പ്രശ്നമല്ല, ഓപ്പർച്യൂണിറ്റീസ് ആണ്. അപ്പോൾ ഇംഗ്ലീഷ്, ഓപ്പർച്യൂണിറ്റീസ് നെവർ നോക്സ് ട്വൈസ്. അവസരങ്ങൾ രണ്ടാമത് മുട്ടാറില്ല. ഈ ക്ലാസ് ഒരു അവസരമായിട്ട് എടുക്കാം. ജീവിതത്തിൽ അവസരങ്ങൾ കാണാൻ വേണ്ടിയുള്ള കണ്ണുണ്ടാവണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഒരു ദുരന്തത്തിലും ഒരു നേട്ടം കാണാൻ പറ്റണം. ലിറ്റിൽ ബിറ്റ് എക്സാമ്പിൾ. എൻ്റെ ഒരു ക്ലോസ് റിലേറ്റീവ് ആണ് മരിച്ചത് അരമണിക്കൂർ മുമ്പേ. അദ്ദേഹത്തിന് എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരാളാണ്. പക്ഷെ എനിക്ക് വേണമെങ്കിൽ ഇമ്മീഡിയറ്റ്ലി മിനിസ്റ്റർ ഒരു മെസ്സേജ് കൊടുക്കും, ദർ ഇസ് നോ ക്ലാസ്, ഐ ക്യാൻ പിക്ക്. ഞാൻ ആലോചിച്ച ചോദ്യമല്ല, അദ്ദേഹം മരിച്ചു, ഓക്കെ, അദ്ദേഹത്തിന്റെ ബോഡി നാളെ മാത്രമേ എടുക്കും, ഇപ്പോൾ ഹോസ്പിറ്റലൈസ് മാറ്റിയിരിക്കുന്നത്. ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഒന്നുകിൽ രാത്രി അല്ലെങ്കിൽ രാവിലെ ഞാൻ പോകും. അത്രേ എനിക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ
ഈ ക്ലാസ് കേൾക്കാൻ വരുന്ന കുറെ ആൾക്കാരുണ്ടാവില്ലേ, അവരോട് ഞാൻ സംസാരിക്കണ്ടേ എന്ന് എന്നോട് തന്നെ ചോദിച്ചൊരു കാര്യമാണ്. ഞാൻ പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, ഹൗ എൻ എക്സാമ്പിൾ ക്യാൻ ബി കൺവേർട്ടഡ് ടു എൻ ഓപ്പർച്യൂണിറ്റി. ഈ ഒരു അവസ്ഥയാണ് ഞാൻ നിങ്ങൾ പറയുന്ന കാഴ്ചപ്പാടുകൾ കാണാനുള്ള കണ്ണ്. കണ്ണു വേണം, ഇരുപുറം എപ്പോഴും എന്ന് പറഞ്ഞിരിക്കുന്ന കടമ്മനിട്ടയുടെ ഓർമ്മ, എപ്പോഴും കണ്ണു വേണം. എവിടെയാണ് ഓപ്പർച്യൂണിറ്റി? കൊറോണ വന്നു, മാസ്ക് ഉണ്ടാക്കിയവൻ വിജയിച്ചു. റൈറ്റ്, ഹിസ് ഓപ്പർച്യൂണിറ്റി. ഇപ്പോഴും പറയാം ജപ്പാൻകാരൊക്കെ ഭയങ്കര ഓപ്പർച്യൂണിറ്റി ഫൈൻഡേഴ്സ്, നമുക്ക് ആവാൻ പറ്റും. ഇനി അടുത്ത പോയിന്റ്, ആഡിങ് വാല്യൂ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇവിടെയാണ് ഈ ക്ലാസ്സുകളുടെ അല്ലെങ്കിൽ പുസ്തക വായനയുടെ പ്രസക്തി എന്ന് പറയുന്നത്. ആഡിങ്, എവിടെ വാല്യൂ ഉണ്ടാകണം? നിങ്ങളുടെ വാല്യൂ എന്താ? നിങ്ങളുടെ പേഴ്സണൽ ഡെവലപ്മെന്റ്. നിങ്ങളുടെ വ്യക്തികളുടെ, നിങ്ങൾ ഓരോ വ്യക്തിയല്ലേ, നിങ്ങളുടെ വിജയിക്കാനുള്ള നിങ്ങളുടെ ആ പ്രവർത്തനത്തിന് ആദ്യ പടി എന്ന നിലയിൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണാലിറ്റിയെ തിരിച്ചറിയണം, എന്നിട്ട് അത് ഡെവലപ്പ് ചെയ്യണം. അതുകൊണ്ടാണ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ്സസ് എന്ന് പറയുന്നത്. പേഴ്സോണ മീൻസ് എ കവറിംഗ് എന്നാണ്, ലാറ്റിൻ വേർഡാണ്. അപ്പൊ നമ്മളൊരു ഒരു കവറിങ് പോലെയാണ്, നമ്മൾ അതിൽ നിന്ന് ശരിക്കും കണ്ടെത്തണം. അപ്പൊ നിങ്ങളുടെ പേഴ്സണൽ ഡെവലപ്മെന്റിന് എന്തെല്ലാം നിങ്ങൾ ചെയ്യണം? ഇൻവെസ്റ്റ്. ഒന്ന് പുസ്തകം വായിക്കണം, നല്ല ഡ്രസ്സ് വാങ്ങണം, നല്ല ആൾക്കാരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വേണം, ട്രെയിനിങ്ങിൽ പങ്കെടുക്കണം. പലരും പറയും ട്രെയിനിങ് പങ്കെടുക്കുന്നവർക്ക് മണ്ടത്തരല്ലേ. നോ, എവിടെ ട്രെയിനിങ് ഉണ്ടെങ്കിൽ നിങ്ങൾ പങ്കെടുക്കണം. എൻ്റെ ഒരു ഹാബിറ്റാണ്. അതിൽ നിന്നൊക്കെ കിട്ടുന്ന ഊർജമായിരിക്കും നമ്മളെ അടുത്ത ഒരു ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. അതൊരു പലതും ഞാൻ അനുഭവത്തിൽ പറഞ്ഞ എല്ലാം ഒന്നും പേഴ്സണൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നില്ല. ഇൻഡിവിജ്വൽ ഷുഡ് ഫോക്കസ് ഓൺ പേഴ്സണൽ ഡെവലപ്മെന്റ് ആൻഡ് കോൺട്രിബ്യൂട്ട് പോസിറ്റീവ്ലി ടു ദർ എൻവയോൺമെന്റ്. അവിടെയാണ് രണ്ടാമത്തെ കാര്യം. ഞാനിപ്പോ ഈ മിനീഷിനെ പരിചയപ്പെട്ടവരോട് ഞാൻ അഭിനയിക്കുന്നത്, ഞാനും മിനീഷ് യാദൃച്ഛികമായ ചർച്ചയിലാണ് ഒരു റിവ്യൂ നമുക്ക് തുടങ്ങിയാൽ എന്താ? അതെന്തിനാ? മറ്റുള്ളവരിലേക്ക് കൂടെ പോസിറ്റിവിറ്റി എത്തിക്കണം എന്ന് മിനീഷിന് തോന്നി, അത് ഷെയർ ചെയ്തു. ബിക്കോസ് ഐ എം വൺ ഓഫ് ഹിസ് ട്രെയിനർ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു, ഇത് ഒരു 10-220 ആൾ കേട്ടു. നിങ്ങൾക്ക് തോന്നുകയാണ് ഇത് നല്ല കാര്യമാണ്, ഓക്കെ, ഇറ്റ് വിൽ യു കാൻ സെൻഡ് ടു എനി അതർ പീപ്പിൾ ഓൺ ദി ലൈഫ്. അപ്പൊ എന്താണ്, നമ്മൾ മറ്റുള്ളവരിലെ എൻവയറമെന്റിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റും. ഇനി രണ്ടാമത്തെ കാര്യം, അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത്, we have only 10 more minutes, importance of perspective. ഈ രണ്ട് തരം ആൾക്കാരുണ്ട്. ചെറിയ കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്ന് പറഞ്ഞാൽ, അതായത് എന്തെങ്കിലും ചെറിയ ചെറിയ ട്രൈബൽ അത് ശരി, അപ്പൊ അപ്പുറത്തെ വീട്ടിലത്തെ കുഞ്ഞമ്പോട്ട് ശരിയില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയം പറഞ്ഞിട്ട് നിങ്ങൾ രക്ഷപ്പെടി. ഈ പുസ്തകം വായിച്ചാൽ ഫസ്റ്റ് പഠിക്കുന്നറിയാം, നിങ്ങൾ ഈ പറയുന്ന ഭൗതികമായ കാര്യങ്ങളൊന്നും ഇടപെടേണ്ടെന്നല്ല, നിങ്ങളെ ഗ്രോത്തിന് അത് ഗുണമില്ലേ ചെയ്യേണ്ട. രാവിലെ പത്രം വായിക്കണം, ആര്? രാഷ്ട്രീയ പാർട്ടിക്കാർ വായിക്കണം, അവർക്ക് പ്രസംഗിക്കണം. ബിസിനസ്സുകാരൻ വായിക്കണം, ഏത് ബിസിനസ് ലൈൻ, അതിലെന്തെങ്കിലും കച്ചവടത്തിനുണ്ടോ എന്ന് നോക്കണം. ട്രെയിനറായ ഞാൻ നോക്കേണ്ടത് എനിക്ക് ട്രെയിനിങ്ങിന് പറ്റിയ മെറ്റീരിയൽ ഉണ്ടോ നോക്കണം. ഒന്നും പ്രതീക്ഷയില്ലാത്തവർ ചരമം നോക്കണം, എപ്പോഴാണ് ചാവേണ്ടതെന്ന് അവർ നോക്കോട്ടെ. അങ്ങനത്തെ കുറെ ആൾക്കാരുണ്ട്. ഇവിടെ പറയുന്നൊരു പോയിന്റാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റാണ്. എന്ത്? നിങ്ങൾ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കണം. എന്ത്? ചെറിയ കാര്യങ്ങൾ, മൈനർ ഇഷ്യൂസിലൊന്നും വെച്ചിട്ട് നമുക്ക് പോകാൻ പാടില്ല. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് തമാശയെ തോന്നിയേക്കാം, പ്രിയപ്പെട്ടവരെ. അതായത് നമ്മൾ ഇന്ന് മുതൽ ഈ പുസ്തകം വായിക്കുന്നുണ്ടെങ്കിൽ വെറുതെ സില്ലി തിങ്സിൽ സംസാരിക്കരുത്. എന്താ കുഴപ്പമെന്നറിയോ? നിങ്ങളുടെ തലച്ചോറിന് അദ്ദേഹം ന്യൂറോ സയൻസ് പഠിച്ചു എന്നെങ്കിൽ പിന്നീട് മനസ്സിലായി. ഈ തലച്ചോറിലേക്ക് എന്ത് ഇൻപുട്ട് കിട്ടിയാൽ അതേ ഓറ് നിങ്ങൾക്ക് തരൂ, ആ കക്ഷി തരൂ. അപ്പൊ നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇപ്പൊ ഞാൻ എന്റെ സ്ഥാപനം എടുക്കാം എക്സാമ്പിൾ, അവിടെ ഓരോ ടീച്ചർമാര് ഓരോ മാഷന്മാർ അവരെ മറ്റു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല, ആ സ്കൂൾ നന്നാകാൻ പോകില്ല. ബിസിനസ്സിലുണ്ടെങ്കിൽ മറ്റേ അയാൾ അങ്ങനെയല്ല, ആ ഡിസ്ട്രിബ്യൂട്ടർ ശരിയല്ല, ഇയാൾ ശരിയല്ല, ഇതേ പറയുന്നത് നിങ്ങൾ നന്നാവൂല. യെസ്. അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞിരിക്കുന്നത് എന്താ? ഈ ചാപ്റ്ററിൽ നമ്മൾ ചില സ്റ്റെപ്പുകളിലൂടെ നമ്മുടെ ഫിയറിനെ ഇല്ലാതാക്കി നമ്മൾ ബിഗ് ആയി ചിന്തിക്കാം.
അതിനുള്ള അപ്പൊ നമ്മള് എക്സ്ക്യൂസൻറ്റീസ് എന്ന ആദ്യത്തെ ചാപ്റ്റർ ഒന്ന് വിട്ടു. എന്നിട്ട് നമ്മൾ കോൺഫിഡൻസ് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് വന്നു. അതിനുശേഷമാണ് നമ്മൾ ഫിയറിനെ കുറിച്ച് പറഞ്ഞത്. ഇപ്പോഴാണ് പറയുന്നത്, നമ്മൾ 4ാമത്തെ ചാപ്റ്ററിലാണ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. നമ്മൾ ഏകദേശം നിർത്താൻ പോകുന്നത്. പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ വലുതായി ചിന്തിക്കുക, നമ്മുടെ ഭാഷ മാറ്റുക, നമ്മുടെ പോസ്റ്റർ മാറ്റുക, നമ്മുടെ നടത്തം മാറ്റുക, നമ്മുടെ നോട്ടം മാറ്റുക. നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോ ഈശ്വര ഇനിയും ഒരു ജന്മം ബാക്കി എന്നൊന്നും പറഞ്ഞ് എഴുന്നേൽക്കാതിരിക്കുക. ഇന്ന് എനിക്ക് ഈ ലോകത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്ന് ചിന്തിച്ചുകൊണ്ട് എഴുന്നേൽക്കുക. അങ്ങനെ ഒരു ശുഭചിന്തയോടുകൂടി എഴുന്നേൽക്കുമ്പോഴല്ല നിങ്ങളെ ന്യൂറോൺസിൽ ആക്റ്റീവ് ആവും. പിന്നെ നിങ്ങൾക്ക് ഒന്നും പ്രശ്നമില്ല. ഇത് പറയാൻ എളുപ്പം. വെരി ഈസി ടു ടോക്ക്, ബട്ട് നോട്ട് ഈസി ടു പ്രാക്ടീസ്. സക്സസ് ഈസ് വെരി സിമ്പിൾ, ബട്ട് ടു ബിക്കം സിമ്പിൾ ഈസ് വെരി ടഫ് എന്ന് പറഞ്ഞ പോലെയാണ്. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് വിജയിക്കാം, പക്ഷെ സിമ്പിൾ ആവാൻ അത്ര എളുപ്പമല്ല. ഇതേ പുസ്തകം നമ്മൾ ആദ്യമായിട്ട് ഞാൻ ഈ 1ാമത്തെ ഈ ലേണിംഗ് സീരീസിൽ എടുക്കാൻ കാരണം ഇതിന്റെ ഒരു ബേസാണ്. ഇനി നമ്മൾ ഇതിന്റെ ഗൗരവമായിട്ടുള്ള 10x റൂളും ജെയിൻ കോണ്ടമന്റെ 10x റൂളും ഒക്കെ ഞാൻ പഠിപ്പിക്കാൻ ശ്രമിക്കും. അല്ലെങ്കിൽ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് ആണ് പിന്നീട് വരാൻ പോകുന്നത്. ഇതൊരു പൈപ്പ് ലൈനിൽ എന്റെ മനസ്സിൽ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ഞാനത് വായിച്ചുകൊണ്ട് വലിയ മെച്ചമൊന്നുമില്ല. ഇത് എത്ര പറഞ്ഞു കൊടുത്ത ആരെങ്കിലും രക്ഷപ്പെടും? 221 ആളിൽ 40 ആൾ രക്ഷപ്പെടും എന്നുള്ള കാര്യം ഞാനല്ല, ലോക് പെരട്ടോസിൽ പറഞ്ഞിട്ടുണ്ട്. 40 ആളിൽ വിജയിക്കും. 220ന്റെ 80 ആളെ പോകും, 20% എടുത്താൽ മതി. അപ്പൊ ചുരുക്കത്തിൽ മാജിക് ഓഫ് തിങ്കിങ് എന്ന പുസ്തകം നമ്മുടെ ജീവിതത്തിന്റെ, നമ്മുടെ കാഴ്ചപ്പാടിന്റെ ചില കോണുകൾ മാറ്റുക എന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. പുസ്തകം വാങ്ങാത്തവർ യാതൊരു പരസ്യവും പറയുന്നതല്ല. നിങ്ങൾ ഇതിന്റെ മലയാളമാണെങ്കിൽ മലയാളം ഓർഡർ ചെയ്യുക ആമസോണിൽ. ദ മാജിക് ഓഫ് തിങ്കിങ്. മിനീഷ് പ്ലീസ് ടൈപ്പ് ദ നെയിം ഓൺ ദ ചാറ്റ് ബോക്സ്. ദ മാജിക് ഓഫ് തിങ്കിങ്. ചിലവർക്ക് അത് പേര് കിട്ടണമെന്നില്ല, ആദ്യമായിട്ട് കേൾക്കുന്നവരൊക്കെ ഇതിൽ വന്നിട്ടുണ്ടാവും. ദ മാജിക് ഓഫ് തിങ്കിങ് ബിഗ് എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. എഴുതിയത് ഡേ ഷിവാർട്സ്. ആമസോണിൽ ക്ലിക്ക് ചെയ്താൽ ഒരു ചുവന്ന നിറവിലെ പുസ്തകം കിട്ടും, നീലയുണ്ട് അതിന്റെ ട്രാൻസ്ലേറ്റ്. ആ പുസ്തകം ഒന്ന് എടുത്ത് വായിക്കാം. ഏതായാലും ഈ വൈകിയ വേളയിൽ നിങ്ങളോട് ഇത്രയും സമയം സംസാരിക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. അതിന് ഒരു വലിയൊരു ഊർജം തന്ന പ്രപഞ്ച ശക്തിയോട് നന്ദി പറഞ്ഞുകൊണ്ട് ഓവർ ടു ദം. താങ്ക് യു സർ. ഞങ്ങളുടെ എല്ലാവരുടെ ഭാഗത്തു നിന്നുള്ള ഹൃദയം നിറഞ്ഞ നന്ദി ആദ്യം തന്നെ പറയാണ്. അതേപോലെ ഈ ഒരു സൂം ലിങ്ക് കിട്ടിയപ്പോൾ തന്നെ ഇതിലേക്ക് ഇത്രയും ആളുകൾ, നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ ഇത് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇതില് 10, 20, 30 പേര് കയറിയാൽ അത്രയും ആൾക്കാർക്ക് എന്തെങ്കിലും ജീവിതത്തിൽ ഒരു പ്രചോദനമാകാം എന്ന് വിചാരിച്ച് തുടങ്ങിയതാണ്. ഇന്ന് ഇപ്പൊ നമ്മൾ 220ഓളം ആളുകൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ കയറി എന്നുള്ളതാണ്. 2 കാര്യങ്ങളാണ്. ഒരുപാട് അറിവുകൾ നേടാൻ ആഗ്രഹിക്കുന്ന ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്, നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് ഞങ്ങൾക്കൊരു പ്രചോദനമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോ രമേശൻ മാഷെ പരിചയപ്പെടുത്തി, ഓൾറെഡി മാഷ് പരിചയപ്പെടുത്തി. അദ്ദേഹം ഒരു സ്കൂൾ ടീച്ചറാണ്, ഒരു പ്രധാന അധ്യാപകനാണ്. അപ്പൊ ആ സ്കൂളിലുള്ള തിരക്കുകൾക്കും അതേപോലെ അദ്ദേഹം ന്യൂറോ സയൻസ് റിസർച്ച് ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ്. അതിനിടയ്ക്കൊക്കെ ഒരു സമയം കണ്ടെത്തി അല്ലെ പഠിച്ചെടുത്ത കുറെ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് ഒരു എന്താ പറയാ, ഒരു ഉമിക്ക് തീ കൊടുത്തതുപോലെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ എരിഞ്ഞുകൊണ്ടിരിക്കും. അപ്പോ ആഗ്രഹമുള്ള ആളുകൾക്ക് ഈ ബുക്കൊക്കെ വായിക്കാനും അതേപോലെ ഇനി ഉണ്ടാകുന്ന സെഷനിലൊക്കെ അദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ടാവും. ആ സമയത്ത് സൂമിലൂടെയും ഓഫ്ലൈനിലും ഓൺലൈനിലും ഒക്കെ അദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ടാവും. എനിക്ക് ഈ ഒരു സെഷൻ കഴിയുമ്പോൾ നിങ്ങളോട് പറയാൻ തോന്നുന്ന ഒരു വാക്ക് ശിവകേരയുടെ ഒരു കോട്ടാണ്. ദ ബെസ്റ്റ് ടീച്ചേഴ്സ് വിൽ നോട്ട് ഗിവ് യു സംതിങ് ടു ഡ്രിങ്ക്, ദേ വിൽ മേക്ക് യു തേഴ്സ്റ്റി എന്നാണ്. നിങ്ങൾക്ക് ദാഹം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു നല്ല ടീച്ചർക്ക് അങ്ങനെ കഴിയും. നിങ്ങൾക്ക് കുടിക്കാനുള്ള ഒന്നും തരില്ല എന്നുള്ളതാണ്. They will not give you answers, but will put you on a path to seek answers എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഈ ഒരു സെഷൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ചിന്തിക്കാനും ഒരുപാട് കോൺഫിഡൻസ് ലെവൽ കൂടാനൊക്കെ സാധിച്ചിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അതിനിടയ്ക്കൊന്ന് പറയാണ്, ഇത് ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ നമ്മളെ ഈ ലിങ്ക് പലരും കിട്ടിക്കയറണം. അപ്പൊ അടുത്ത ആഴ്ച വരുമ്പോ സെയിം ലിങ്ക് ആണോ അവർ ജോയിൻ ചെയ്യേണ്ടത്? ചേഞ്ചസ് ഈ സെയിം ലിങ്ക് തന്നെ കൊടുക്കാം സാർ, ഓക്കെ, കൊടുക്കാൻ പറ്റും.
അങ്ങനെയാണ് നിങ്ങൾക്ക്, കാരണം ഇതിൽ രണ്ട് തരം ആൾക്കാരുണ്ട്. ഒന്ന് നമ്മളെ കണക്ഷനിലൂടെ വന്നവരുണ്ടാവും, അതെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ആരൊക്കെയോ സെൻഡ് ചെയ്തവരുണ്ടാവും. നിങ്ങൾ ഇതുപോലെ ചെയ്യുക, പരമാവധി ആൾക്കാരിൽ എത്തട്ടെ. 500 പേരാണ് ഇപ്പൊ ഈ പ്ലാറ്റ്ഫോമിന്റെ പരമാവധി സ്ട്രെങ്ത് എന്നല്ലേ പറയുന്നത്. ഇഫ് യു ആർ അതെ ഇൻട്രസ്റ്റഡ് യു ക്യാൻ റേസ് ഇറ്റ്. അപ്പൊ അതുകൊണ്ട് ഇത് സെയിം ലിങ്ക് ആണ്, നിങ്ങൾക്ക് യു ക്യാൻ സെൻഡ് ഇറ്റ്. അതിനെ ഒന്ന് പറയാൻ കാരണം അന്നേരം ആൾക്കാർ എന്തെങ്കിലും പറയുന്നുണ്ടോ വെച്ചിട്ടാണ്. ഓക്കെ, താങ്ക് ഓക്കെ ഓക്കെ, ഈ ലിങ്ക് തന്നെ, സെയിം ലിങ്ക് തന്നെ നമുക്ക് ഷെയർ ചെയ്യാം. യു. ഓക്കെ, താങ്ക് യു. അപ്പൊ ഓക്കെ, ശുഭരാത്രി. ശുഭരാത്രി. വെയിറ്റ് ഫോർ നെക്സ്റ്റ്. ഓക്കെ, വ്യാഴാഴ്ച 9 മണിക്ക് കാണാം.